എല്ലാവർക്കും മാസ്റ്റർ കെ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. കേരള ബാങ്ക് ഡെപ്യൂട്ടി ജനറൽ മാനേജർ അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് മാനേജർ ഈ പോസ്റ്റുകളിലേക്ക് വിളിച്ച എക്സാംസിന് ചോദിച്ച ക്വസ്റ്റ്യൻസിൽ നിന്നും ഒരു 20 ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ ഫസ്റ്റ് ഇന്ത്യൻ പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ടു സെറ്റ് അപ്പ് ബ്രാഞ്ച് ഇൻ ചൈന? അപ്പോൾ ഇത് ബാങ്കിങ് ഏരിയയിൽ നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ കൊമേഴ്സ് റിലേറ്റഡ് ഏതൊരു എക്സാമിനായാലും ബാങ്കിങ് ഏരിയ, മാനേജ്മെൻറ്റ്, കോർപ്പറേഷൻ ഇതൊക്കെ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ട ഏരിയാസ് ആണ്. അപ്പോൾ ബാങ്കിങ് ഏരിയയിൽ നിന്ന് വന്നേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഈസ് ദ ഫസ്റ്റ് ഇന്ത്യൻ പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ടു ഓപ്പൺ എ ബ്രാഞ്ച് ഇൻ ചൈന? അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, ആക്സിസ് ബാങ്ക് ഇസ് ദ ഫസ്റ്റ് ഇന്ത്യൻ പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ടു ഓപ്പൺ എ ബ്രാഞ്ച് ഇൻ ചൈന. അല്ലേ, ചൈനയിൽ ആദ്യമായിട്ട് ഒരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്ത ഇന്ത്യൻ ബാങ്ക് ഏതാണ്? ആക്സിസ് ബാങ്ക് ആണ്. അല്ലേ, ആക്സിസ് ബാങ്ക് ഇസ് ദ ഫസ്റ്റ് ഇന്ത്യയിൽ നിന്നുള്ള ഏത് ബാങ്കാണ് ആദ്യമായിട്ട് ചൈനയിൽ ബ്രാഞ്ച് ഓപ്പൺ ചെയ്തത്? ആക്സിസ് ബാങ്ക് ആണ്. പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ നോക്കുകയാണെങ്കിൽ ആക്സിസ് ബാങ്കിൻ്റെ സ്ഥാനം എത്രയാണ്? തേർഡ് ലാർജസ്റ്റ് ബാങ്ക് ആണ്. ആക്സിസ് ഈസ് ദ തേർഡ് ലാർജസ്റ്റ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ഇൻ ഇന്ത്യ. അതുപോലെ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് ഏതാണ്? ICICI ബാങ്ക് ആണ്. ലാർജസ്റ്റ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ഇൻ ഇന്ത്യ ഏതാണ്? HDFC ബാങ്ക് ആണ്. അപ്പോൾ ഈ 3 പോയിന്റ്സ് ഒന്നും കൂടെ ഓർത്തിരിക്കുക. ICICI ബാങ്ക് ആണ്. അതുപോലെ തന്നെ ഫസ്റ്റ് ഏതാണ്? HDFC ആണ് ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് 3 പൊസിഷൻ ഒന്നുകൂടെ ഓർത്തിരിക്കുക. ഏറ്റവും ഇന്ത്യയിലെ ലാർജസ്റ്റ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ഏതാണ്? HDFC ബാങ്ക് ആണ്. സെക്കൻഡ് ലാർജസ്റ്റ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ഏതാണ്? ICICI ബാങ്ക് ആണ്. തേർഡ് ലാർജസ്റ്റ് ആരാണ്? ആക്സിസ് ബാങ്ക് ആണ്. അതുപോലെ തന്നെ ആക്സിസ് ബാങ്ക് ആണ് ഇറ്റ് ഈസ് ദ ഇന്ത്യൻ പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ടു ഓപ്പൺ എ ബ്രാഞ്ച് ഇൻ ചൈന. അതുപോലെ തന്നെ ഫസ്റ്റ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ എന്ത് പറയാം? നമുക്ക് ഇൻഡസ്ഇൻഡ് ബാങ്ക് ആണെന്ന് പറയാം. ഫസ്റ്റ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ഏതാണ്? ഇൻഡസ്ഇൻഡ് ബാങ്ക് ആണ്. അതുപോലെ തന്നെ പുറത്ത് ഇന്ത്യയിൽ നിന്ന് ഏത് ബാങ്കാണ് പുറത്ത് ആദ്യമായിട്ടൊരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്തതെന്ന് ചോദിച്ചാൽ ഏതാണ്? ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ചൈനയിൽ ഓപ്പൺ ചെയ്ത ആരാണ്? ആക്സിസ് ബാങ്ക് ആണ്. ആദ്യമായിട്ട് ഇന്ത്യക്ക് പുറത്തൊരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്ത പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ ഏത് പറയാം? ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഓക്കെ, ബാങ്ക് ഓഫ് ഇന്ത്യ വാസ് ദ ഫസ്റ്റ് ഇന്ത്യൻ ബാങ്ക് ടു ഓപ്പൺ ദ ബ്രാഞ്ച് ഔട്ട്സൈഡ് ഇന്ത്യ അറ്റ് ലണ്ടൻ ഇൻ 1946. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ഒന്ന് ഓർത്തിരിക്കുക. തേർഡ് ലാർജസ്റ്റ് ബാങ്ക് ആണ് ഏത്? ആക്സിസ് ബാങ്ക്. ചൈനയിലാണ് എന്ത് ചെയ്തേക്കുന്നത്? ഇവർ ബ്രാഞ്ച് ഫസ്റ്റ് ഓപ്പൺ ചെയ്തേക്കുന്നത്. ഇന്ത്യക്ക് പുറത്ത് ചൈനയിൽ ആദ്യമായിട്ട് ബ്രാഞ്ച് ഓപ്പൺ ചെയ്ത ബാങ്കാണ് ആക്സിസ് ബാങ്ക്. ഫസ്റ്റ് ലാർജസ്റ്റ് ബാങ്ക് ഇൻ ഇന്ത്യൻ പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ഏതാണ്? HDFC ആണ്. സെക്കൻഡ് ലാർജസ്റ്റ് ഏതാണ്? ICICI ബാങ്ക് ആണ്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ഓർത്തിരിക്കാമല്ലോ. ഇതിൻ്റെയൊക്കെ ആക്സിസ് ബാങ്കിൻ്റെ ആയാലും HDFCയുടെ ആയാലും ICICI ബാങ്കിൻ്റെ ആയാലും ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ് വരുന്നത്? മുംബൈയിലാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വിച്ച് ഈസ് ദ ഫസ്റ്റ് ഇന്ത്യൻ പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ടു സെറ്റ് അപ്പ് ബ്രാഞ്ച് ഇൻ ചൈന? നമ്മുടെ ആൻസർ ഏതാണ്? ആക്സിസ് ബാങ്ക് ആണ്. സെക്കൻഡ് പൊസിഷൻ ആർക്കാണുള്ളത്? ICICI ബാങ്കിനാണ് സെക്കൻഡ് പൊസിഷൻ. അതായത് സെക്കൻഡ് ലാർജസ്റ്റ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ഇൻ ഇന്ത്യ ആണ് ഏത്? ICICI ബാങ്ക്. തേർഡ് ലാർജസ്റ്റ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ആണ് ആര്? ആക്സിസ് ബാങ്ക്. ലാർജസ്റ്റ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ഇൻ ഇന്ത്യ ആരാണ്? HDFC ബാങ്ക് ആണ്. ഫോർത്ത് പൊസിഷൻ ആണ് ആർക്കുള്ളത്? കോട്ടക് മഹീന്ദ്ര ബാങ്കിന് ഉള്ളത്. അതുപോലെ തന്നെ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് എന്നാണ് വന്നത്. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 വന്നത്. പിന്നെ ബാങ്കിങ് ഏരിയ ആയിട്ട് ഒരുപാട് പ്രീവിയസ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് RBI ആക്ട്. അല്ലേ, RBI ആക്ടിൻ്റെ വർഷം എന്നാണ്? 1935. അപ്പോൾ ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949, RBI ആക്ട് എന്നാണ് 1935. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ കറൻ്റ്ലി നമ്മുടെ RBI ഗവർണർ ആരാണ്? ശക്തികാന്ത് ദാസ് ആണ്. ആരാണ്? ശക്തികാന്ത് ദാസ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ കറൻ്റ്ലി നമ്മുടെ RBI ഗവർണർ ആരാണ്? ശക്തികാന്ത് ദാസ് ആണ്. നമ്മുടെ RBI ആക്ട് എന്നാണ്? 1935 ആണ്. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949. അപ്പോൾ ബാങ്കിങ് ഏരിയയിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പം വിച്ച് ഈസ് ദ ലാർജസ്റ്റ് കൊമേഴ്ഷ്യൽ ബാങ്ക് ഇൻ ഇന്ത്യ? SBI ആണ്. അല്ലേ, അപ്പം ഓരോ പോയിന്റ്സും എടുത്ത് നമ്മൾ എന്തായിട്ട് നോക്കണം? ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. ഈ ക്വസ്റ്റ്യനും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വിച്ച് ഈസ് ദ ഫസ്റ്റ് ഇന്ത്യൻ പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ടു സെറ്റ് അപ്പ് എ ബ്രാഞ്ച് ഇൻ ചൈന? ഏതാണ്? ആക്സിസ് ബാങ്ക് ആണ്. നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം.
മാനേജ്മെന്റ് ഇസ് ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ പീപ്പിൾ ഇല്ലേ? ഇത് ഏത് ഏരിയയിൽ നിന്ന് ചോദിച്ചാണ്? മാനേജ്മെന്റ് കോൺസെപ്റ്റ്സ് ആൻഡ് തോട്ട്സ് അല്ലേ? മാനേജ്മെന്റ് എന്നുള്ള ആ ഒരു ഏരിയയിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണിത്. മാനേജ്മെന്റ് ഇസ് ആൻ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ പീപ്പിൾ. ഈ ഒരു ഫേമസ് കൊട്ടേഷൻ ആരുടെയാണ്? ഒരു ഫേമസ് ഡെഫിനിഷൻ ആരുടെയാണ്? 4 ഓപ്ഷൻസ് ആണ് കൊടുത്തേക്കുന്നത്. ഹറോൾഡ് കൂൺസ്, FW ടൈലർ, മേരി പാർക്കർ ഫോലറ്റ്, അതുപോലെ തന്നെ ലോറൻസ് എ ആപ്പിൾ. അപ്പോൾ ഇതിനകത്ത് ആരുടെയാണ് ഈ ഡെഫിനിഷൻ എന്ന് നമുക്ക് നോക്കാം. നമ്മൾ +2 മുതലേ ബിസിനസ് സ്റ്റഡീസ് പഠിക്കുന്ന മുതലേ നമ്മൾ പഠിക്കുന്ന ഒരു ഡെഫിനിഷൻ ആണ് ഇത്. മാനേജ്മെന്റ് ഈസ് ആൻ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ പീപ്പിൾ അല്ലേ? മാനേജ്മെന്റ് ഈസ് ആൻ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഡെഫിനിഷൻസ് ആരാ കൊടുത്തേക്കുന്നതെന്ന്. ഈ ഒരു ഡെഫിനിഷൻ കൊടുത്തത് ആരാണ്? മേരി പാർക്കർ ഫോലറ്റ് ആണ്. അപ്പൊ മാനേജ്മെന്റ് ഈസ് ആൻ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ പീപ്പിൾ എന്ന് പറഞ്ഞ ആരാണ്? മേരി പാർക്കർ ഫോലറ്റ് ആണ്. അപ്പം മാനേജ്മെന്റ് ഈസ് ആൻ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ പീപ്പിൾ എന്ന് പറഞ്ഞത് മേരി പാർക്കർ ഫോലറ്റ് ആണ്. മാനേജ്മെന്റിനെ കുറിച്ച് FW ടൈലർ ആയാലും ഹെൻറി ഫയോൾ ആയാലും ഒരുപാട് ഡെഫിനിഷൻസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഏരിയയിൽ നിന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുന്നതാണ് ഡെഫിനിഷൻസും അതിൻ്റെ ഓതറും എന്നുള്ളത്. FW ടൈലറിനെ നോക്കാം. FW ടൈലർ ആരാണ്? ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് ആണ് ആര്? FW ടൈലർ. FW ടൈലർ ആരാണ്? ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് ആണ്. അതുപോലെ തന്നെ ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഫാദർ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് ഒക്കെ ആരാണ്? ഹെൻറി ഫയോൾ ആണ് അല്ലേ? ഫാദർ ഓഫ് മാനേജ്മെന്റ് ആരാണ്? ഹെൻറി ഫയോൾ. ഫാദർ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ്, ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെന്റ് എന്നൊക്കെ ചോദിച്ചാലും ആര് തന്നെയാണ്? ഹെൻറി ഫയോൾ ആണ്. അതുപോലെ നമ്മൾ ഈ ഏരിയയിൽ നിന്ന് ഓർത്തിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് മെന്റൽ റെവല്യൂഷൻ എന്നുള്ള ടേം. മെന്റൽ റെവല്യൂഷൻ എന്നുള്ള ഒരു ടേം കൊണ്ടുവന്നത് ആരാണ്? FW ടൈലർ ആണ്. അപ്പോൾ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ബ്രോഡ് ഏരിയ ആണ്. അതിനകത്ത് മാനേജ്മെന്റ് ഫങ്ഷൻസ് ഓരോന്നും പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കൺട്രോളിംഗ്, അതുപോലെ തന്നെ പിന്നെ ക്യാപിറ്റൽ മാർക്കറ്റ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് തുടങ്ങിയ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ആ ഒരു പോർഷൻസ് നമ്മൾ കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ 4 ഓപ്ഷൻസിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളൊന്ന് നോക്കാം. അപ്പം മാനേജ്മെന്റ് ഇസ് ആൻ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ പീപ്പിൾ എന്ന് പറഞ്ഞ ആരാണ്? മേരി പാർക്കർ ഫോലറ്റ് ആണ്. മാനേജ്മെന്റ് ഇസ് ആൻ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ വിത്ത് ആൻഡ് ദ പീപ്പിൾ ഇൻ ഫോർമലി ഓർഗനൈസ്ഡ് ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞത് ആരാണ്? ഹറോൾഡ് കൂൺസ് ആണ്. ഹറോൾഡ് കൂൺസിന്റെ ഒരു ഫേമസ് ഡെഫിനിഷൻ ആണ് ഇത്. It is an art of getting things done through and with the people in formally organized groups എന്ന് പറയുന്നത്. ചെറിയ വ്യത്യാസമേ ഉള്ളൂ അല്ലേ? ഡൺ ത്രൂ പീപ്പിൾ എന്ന് പറഞ്ഞ ആരാണ്? മേരി പാർക്കർ ഫോലറ്റ് ആണ്. അതുപോലെ തന്നെ ഡൺ ത്രൂ വിത്ത് ആൻഡ് പീപ്പിൾ ഇൻ ഫോർമലി ഓർഗനൈസ്ഡ് ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞ ആരാണ്? ഹറോൾഡ് കൂൺസ് ആണ്. അടുത്ത ഹെൻറി ഫയോൾ അല്ലേ? ഹെൻറി ഫയോൾ ദ ഫാദർ ഓഫ് മാനേജ്മെന്റ്. ഓർക്കുക, ഫാദർ ഓഫ് മാനേജ്മെന്റ് ആരാണ്? ഹെൻറി ഫയോൾ ആണ്. ഹെൻറി ഫയോൾ കൊടുത്ത ഡെഫിനിഷൻ എന്താണ്? ഇറ്റ് ഈസ് ടു ഫോർകാസ്റ്റ് ആൻഡ് ടു പ്ലാൻ, ടു ഓർഗനൈസ്, ടു കമാൻഡ് ആൻഡ് ടു കോർഡിനേറ്റ് ആൻഡ് ടു കൺട്രോൾ അല്ലേ? ഓർത്തിരിക്കാം. അതുപോലെ തന്നെ മാനേജ്മെന്റ് ഈസ് എ ഡിസ്റ്റിങ് പ്രോസസ് കൺസിസ്റ്റിംഗ് ഓഫ് പ്ലാനിങ്, ഓർഗനൈസിങ്, ആക്ച്വേറ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് പെർഫോമൻസ്. ഈ ഒരു ഡെഫിനിഷൻ ആരുടെയാണ്? ജോർജ് ആർ ടെറിയുടെയാണ്. അപ്പോൾ ഡെഫിനിഷൻസ് എന്ത് ചെയ്യുക? ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുക. മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ സ്കൂൾ ഓഫ് അതായത് സയന്റിഫിക് മാനേജ്മെന്റിന്റെ ഫാദർ ആരാണ്? FW ടൈലർ ആണ്. സയന്റിഫിക് മാനേജ്മെന്റ്. മെന്റൽ റെവല്യൂഷൻ എന്നൊരു ടേം കോയിൻ ചെയ്തത് ആരാണ്? FW ടൈലർ ആണ്. അതുപോലെ തന്നെ മേരി പാർക്കർ ഫോലറ്റിന്റെ ഈ ഡെഫിനിഷൻ എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ദ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് വാസ് ഫോംഡ് ഇൻ ദ ഇയർ. അപ്പം ഇത് ഏത് ഏരിയയിൽ നിന്നുള്ളതാണ്? കോപ്പറേഷൻ എന്ന ടോപ്പിക്കിൽ നിന്ന് വന്നതാണ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് ICA വാസ് ഫോംഡ് ഇൻ ദ ഇയർ ഏതാണ്? നമുക്ക് നോക്കാം. 1895 ആണ്. 1895 ഓഗസ്റ്റ് 19 ആണ് എന്ത് ഫോം ചെയ്തത്? ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് ഫോം ചെയ്തത്. അപ്പോൾ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് വാസ് ഫോംഡ് ഇൻ ഓഗസ്റ്റ് 19, 1895 അല്ലേ? 1895 ഓഗസ്റ്റ് 19 ആണ് എന്ത് ഫോം ചെയ്തേക്കുന്നത്? ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ്. ഇതൊരു നോൺ ഗവൺമെന്റൽ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ആണ് അല്ലേ? ഇതൊരു നോൺ ഗവൺമെന്റൽ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ആണ്. അതായത് വേൾഡ് വൈഡ് എന്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു യൂണിറ്റി, കോർപ്പറേഷൻ ഇതിനെയൊക്കെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന ഒരു ഓർഗനൈസേഷൻ ആണ് ഇത് ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ്. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടാണ്? നിലവിൽ എവിടാണ്? ബ്രൂസൽസ്, ബെൽജിയം ആണ്. ഇത് ഫോം ചെയ്യുന്ന സമയത്ത് ഈ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ്
ഫോം ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ലണ്ടൻ ആയിരുന്നു. അപ്പോൾ ലണ്ടൻ ആയിരുന്നു ഇത് ഫോം ചെയ്യുന്ന സമയത്ത്, അതായത് 1895 ലണ്ടൻ ആയിരുന്നു ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസിൻ്റെ ഹെഡ് ക്വാർട്ടർ. അവിടെ നിന്നും 1982 ആയപ്പോഴേക്കും ജനീവയിലോട്ടായി. അപ്പം ഇത് ഫോം ചെയ്യുന്ന സമയത്ത് ഹെഡ് ക്വാർട്ടർ എവിടെ ആയിരുന്നു? ലണ്ടൻ. 1982 ആയപ്പോഴേക്കും എങ്ങോട്ടായി? ജനീവയിലോട്ടായി. 2013 മുതലാണ് ബ്രൂസൽസ് ബെൽജിയം എന്തായിട്ട് മാറിയത്? ഹെഡ് ക്വാർട്ടർ ആയിട്ട് മാറിയത്. അപ്പോൾ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് എന്ന് പറഞ്ഞാൽ ഒരു നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണ്. എന്തിനു വേണ്ടിയിട്ട് ഫോം ചെയ്തതാണ്? യൂണിറ്റി റെപ്രസെന്റ് ചെയ്യാൻ, വേൾഡ് വൈഡ് യൂണിറ്റിയും കോപ്പറേഷനും റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, കോപ്പറേറ്റീവ്സ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന ഒരു ഓർഗനൈസേഷൻ ആണ് ഇത് ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ്. ഇത് എന്നാണ് ഫോം ചെയ്തത്? 1895 ഓഗസ്റ്റ് 19 ആണ് ഇത് ഫോം ചെയ്തേക്കുന്നത്. ഇതിന്റെ ഹെഡ് ക്വാർട്ടർ എവിടെയാണ്? ബ്രൂസൽസ് ബെൽജിയം. ഇത് ഫോം ചെയ്യുന്ന സമയത്തിന്റെ ഹെഡ് ക്വാർട്ടർ എവിടെ ആയിരുന്നു? ലണ്ടൻ. അതിന്റെ വർഷം ഏതാണ്? 1982. പിന്നീട് 1982 എന്തായിട്ട് മാറി? ജനീവയായിട്ട് മാറി. ജനീവയിൽ നിന്നും 2013 ബ്രൂസൽസ് ബെൽജിയമായിട്ട് ഹെഡ് ക്വാർട്ടർ മാറി. അതുപോലെ തന്നെ ഇതിൽ എത്ര ഓർഗനൈസേഷൻസ് ഉണ്ട്? മെമ്പർ 318 ഓർഗനൈസേഷൻസ് ഇതിന്റെ എന്താണ്? മെമ്പേഴ്സ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. അതുപോലെ തന്നെ വർഷത്തിൽ 2 വർഷത്തിൽ ഒരു തവണയാണ് ഇവർ എന്ത് ചെയ്യുന്നത്? ഇവരുടെ ജനറൽ അസംബ്ലി വിളിച്ചു കൂട്ടുന്നത്. അപ്പോൾ ഇതിന്റെ ഹയസ്റ്റ് അതോറിറ്റി ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസിന്റെ ഹയസ്റ്റ് അതോറിറ്റി എന്ന് പറയുന്നത് എന്താണ്? ജനറൽ അസംബ്ലി ആണ്. അപ്പോൾ ജനറൽ അസംബ്ലി വിളിച്ചു കൂട്ടുന്നത് വൺസ് ഇൻ എ 2 ഇയർ, 2 വർഷം കൂടിയിരിക്കുമ്പോൾ ഒരു തവണയാണ് ഇതിന്റെ ജനറൽ അസംബ്ലി എന്ത് ചെയ്യുന്നത്? വിളിച്ചു കൂട്ടുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുമല്ലോ ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് ഫോം ചെയ്ത വർഷമാണ് നമുക്ക് ചോദിച്ചേക്കുന്നത്. 1895 ആണ്. ഈ 1895 ഓഗസ്റ്റ് 19 ആണ് എന്ത് ഫോം ചെയ്തത്? ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ്. ഇതൊരു നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണ്. ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ബ്രൂസൽസ് ആണ്. ഇതിനകത്ത് 318 മെമ്പേഴ്സ് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കാം. അതുപോലെ തന്നെ ഇതിന്റെ ഏറ്റവും ഹയസ്റ്റ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ജനറൽ അസംബ്ലി ആണ്. ഇവർ വൺസ് ഇൻ എ 2 ഇയർ, അതായത് 2 വർഷത്തിൽ ഒരു തവണയാണ് ഇവർ എന്ത് ചെയ്യുന്നത്? മീറ്റിംഗ്സ് വിളിച്ചു കൂട്ടുന്നത്. കറന്റ് പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ ഏരിയൽ ഗുവാർക്കോ ആണ് കറന്റ് പ്രസിഡന്റ് ഓഫ് ICA. ഒന്ന് ഓർത്തിരിക്കുക, കറന്റ് പ്രസിഡന്റ് ഓഫ് ICA ആരാണ്? ഏരിയൽ ഗുവാർക്കോ. അപ്പം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എല്ലാവർക്കും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് എല്ലാവർക്കും മനസ്സിലായല്ലോ. നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ഏതായിരുന്നു? ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് ഫോം ചെയ്ത വർഷം. ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ പോയിന്റ്സ് എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വിച്ച് കമ്മിറ്റി റെക്കമെൻഡഡ് ദ ഫോർമുലേഷൻ ഓഫ് നബാർഡ്? അല്ലേ, നബാർഡിന്റെ ഫോർമുലേഷന് കാരണമായ കമ്മിറ്റി ഏതാണ്? നമുക്ക് ഓൾറെഡി അറിയാം നബാർഡ് അല്ലെ ബാങ്കിങ് ഏരിയ വരുന്നതാണ്. നബാർഡിന്റെ ഫുൾ ഫോം എന്താണ്? നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. ഈ നബാർഡിന്റെ ഫോർമേഷന് ക്വസ്റ്റ്യൻ നന്നായിട്ട് ശ്രദ്ധിക്കുക. ഫോർമേഷന് ഫോർമുലേഷന് കാരണമായ കമ്മിറ്റിയാണ് ചോദിച്ചേക്കുന്നത്. ഇവിടെ വേറൊരു കമ്മിറ്റി കൊടുത്തിട്ടുണ്ട്, നോക്കിയേ. കുസ്രോ കമ്മിറ്റി, ശിവരാമൻ കമ്മിറ്റി, ബ്രഹ്മപ്രകാശ് കമ്മിറ്റി. നൺ ഓഫ് ദീസ് 4 ഓപ്ഷൻസ് ആണുള്ളത്. ഇതിൽ ഈ ശിവരാമൻ കമ്മിറ്റിയും കുസ്രോ കമ്മിറ്റിയും ആരുമായിട്ട് ബന്ധപ്പെട്ടയാണ്? നബാർഡുമായിട്ട് ബന്ധപ്പെട്ട കമ്മിറ്റി തന്നെയാണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ ഏതായിരുന്നു? ഫോർമുലേഷൻ ഓഫ് നബാർഡ് ആണ് അല്ലേ. അപ്പം നബാർഡിന്റെ ഫോർമുലേഷനായിട്ട് ബന്ധപ്പെട്ട കമ്മിറ്റി ഏതാണ്? ഡി ശിവരാമൻ കമ്മിറ്റിയാണ്. നബാർഡിന്റെ ഫോർമുലേഷനായിട്ട് ബന്ധപ്പെട്ട കമ്മിറ്റി ഏതാണ്? ഡി ശിവരാമൻ കമ്മിറ്റിയാണ്. അപ്പോൾ നബാർഡ് എന്നാണ് നിലവിൽ വന്നത്? നബാർഡ് നിലവിൽ വന്നത് നോക്കാം, 1982 ജൂലൈ 12 അല്ലേ. 1982 ജൂലൈ 12 നബാർഡ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. അതുപോലെ തന്നെ ഈ ബി ശിവരാമൻ കമ്മിറ്റിയുടെ പേരെന്താണ്? ക്രാഫിക്കാർഡ് കമ്മിറ്റി എന്നാണ്. ക്രാഫിക്കാർഡ് കമ്മിറ്റിയുടെ ചെയർമാൻ ആണ് ആര്? ബി ശിവരാമൻ. അതുകൊണ്ട് തന്നെയാണ് ആ കമ്മിറ്റി എന്തെന്നും കൂടി അറിയപ്പെട്ടത്? ശിവരാമൻ കമ്മിറ്റി എന്നും കൂടി അറിയപ്പെട്ടത്. അപ്പം നബാർഡിന്റെ ഫോർമുലേഷന് കാരണമായ കമ്മിറ്റിയാണ്
ക്രാഫി കാർഡ് അങ്ങനെ വേണമെങ്കിൽ എക്സാമിന് ചോദിക്കാല്ലേ. ഒരു ശിവരാമൻ കമ്മിറ്റി ഇല്ലല്ലോ എന്നും പറഞ്ഞ് നമ്മൾ എഴുതാതിരിക്കരുത്. ക്രാഫി കാർഡ് കമ്മിറ്റി എന്നാണ് ആ കമ്മിറ്റി അറിയപ്പെടുന്നത്. അതിന്റെ ചെയർമാൻ ആയിരുന്നു ആര്? ബി ശിവരാമൻ. അതുകൊണ്ട് തന്നെയാണ് ആ കമ്മിറ്റി എന്തെന്നറിയപ്പെട്ടത്? ബി ശിവരാമൻ കമ്മിറ്റി എന്നുകൂടി അറിയപ്പെട്ടത്. ക്രാഫി കാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്മിറ്റി ടു റിവ്യൂ ദ arrangements for institutional credit and agriculture and rural development അല്ലേ? കമ്മിറ്റി ടു റിവ്യൂ ദ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. ക്രാഫി കാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്മിറ്റി ടു റിവ്യൂ ദ അറേഞ്ച്മെന്റ്സ് ഫോർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് ആൻഡ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. Committee to review the arrangements for institutional credit to agricultural and rural development. ക്രാഫി കാർഡ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ബി ശിവരാമനാണ്. ഇതെന്നാണ് നബാർഡ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? 1982 ജൂലൈ 12 ഹെഡ് ക്വാർട്ടർ എവിടാണ്? മുംബൈയിലാണ്. കറന്റ് ചെയർമാൻ ആരാണ്? ശ്രീ ഷാജി കെ വി ആണ് അല്ലേ? ശ്രീ ഷാജി കെ വി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർക്കാലോ. ക്രാഫി കാർഡിന്റെ ഫുൾ ഫോം എന്താണ്? കമ്മിറ്റി ടു റിവ്യൂ ദ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് ടു അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. നബാർഡ് എസ്റ്റാബ്ലിഷ് ചെയ്ത ഡേറ്റും വർഷവും ഓർത്തിരിക്കുക. പ്രീവിയസ് ഇയറിൽ കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ളത് എല്ലാ എക്സാംസിനും ചോദിച്ചിട്ടുള്ളതാണ്. 1982 ജൂലൈ 12 ആണ്. അപ്പോൾ ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് നബാർഡ് ഫോം ചെയ്തത്? ബി ശിവരാമൻ കമ്മിറ്റി. ഇനി ഓപ്ഷൻ ബി എന്തായിരുന്നു? കുസ്രോ കമ്മിറ്റി അല്ലേ? കുസ്രോ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഇത് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇവരുടെ വർക്കിംഗ്സ് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഫോം ചെയ്ത അഗ്രികൾച്ചർ റിവ്യൂ കമ്മിറ്റിയാണ് ഏത്? കുസ്രോ കമ്മിറ്റി. എം കുസ്രോയുടെ നേതൃത്വത്തിൽ, എം കുസ്രോയുടെ ചെയർമാൻഷിപ്പിൽ വന്ന കമ്മിറ്റിയാണ് ഏത്? കുസ്രോ കമ്മിറ്റി. കുസ്രോ കമ്മിറ്റി ഇത് ഒന്ന് ഓർത്തിരിക്കുക. നബാർഡുമായിട്ട് ബന്ധപ്പെട്ട തന്നെ കമ്മിറ്റിയാണ് ഇത് കുസ്രോ കമ്മിറ്റി. കുസ്രോ കമ്മിറ്റി എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഇവരുടെ റിവ്യൂ നടത്താൻ വേണ്ടി, ഇവരുടെ ഫംഗ്ഷനിങ്ങും എന്തെങ്കിലും മാറ്റങ്ങൾ ഇവരുടെ പ്രവർത്തനത്തിൽ വരണമെന്നും ഒക്കെ ഇംപ്രൂവ്മെന്റ്സ് വരണമെന്നും ഒക്കെ ജഡ്ജ് ചെയ്ത് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമ്മിറ്റി അഗ്രികൾച്ചർ റിവ്യൂ കമ്മിറ്റി എന്നും കൂടി അതുകൊണ്ട് എന്തിനെ അറിയപ്പെടുമായിരുന്നു? കുസ്രോ കമ്മിറ്റി അറിയപ്പെടുമായിരുന്നു. ഇതിന്റെ ചെയർമാൻ ആരായിരുന്നു? എം കുസ്രോ ആയിരുന്നു. അപ്പോൾ നമ്മുടെ നാലാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വിച്ച് കമ്മിറ്റി റെക്കമെൻഡഡ് ദ ഫോർമുലേഷൻ ഓഫ് നബാർഡ്? നബാർഡിന്റെ ഫോർമുലേഷന് കാരണമായ കമ്മിറ്റി, നബാർഡിന്റെ ഫോർമുലേഷന് കാരണമായ കമ്മിറ്റി ഏതാണ്? ബി ശിവരാമൻ കമ്മിറ്റിയാണ്. അതിനെ ക്രാഫി കാർഡ് കമ്മിറ്റി എന്നായിരുന്നു അറിയപ്പെട്ടത് അല്ലേ? ക്രാഫി കാർഡ് കമ്മിറ്റി. ഈ ക്രാഫി കാർഡ് കമ്മിറ്റി എന്തിനു വേണ്ടിയിട്ടുള്ളതായിരുന്നു? നബാർഡിന്റെ ഫോർമുലേഷൻ. കുസ്രോയും നബാർഡുമായിട്ട് ബന്ധപ്പെട്ട കമ്മിറ്റിയാണ്. അവരുടെ റിവ്യൂ, അവരുടെ പ്രവർത്തനങ്ങൾ റിവ്യൂ ചെയ്ത് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സജഷൻസ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടും ഒക്കെ വന്ന കമ്മിറ്റിയാണ് ഏത്? കുസ്രോ കമ്മിറ്റി. എം കുസ്രോ ആയിരുന്നു അതിൻ്റെ ചെയർമാൻ. അപ്പോൾ ഇത്രയും ഫാക്ട്സ് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഇവിടെ മൂന്നാമത്തെ ഓപ്ഷൻ ഏതായിരുന്നു? ബ്രഹ്മപ്രകാശ് കമ്മിറ്റി അല്ലേ? ബ്രഹ്മപ്രകാശ് കമ്മിറ്റി എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? കോപ്പറേറ്റീവ് മൂവ്മെന്റ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു കമ്മിറ്റിയാണ് ഏത്? ബ്രഹ്മപ്രകാശ് കമ്മിറ്റി. അപ്പോൾ ഇത്രയും ഫാക്ട്സ് എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. നമുക്ക് അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഡാഷ് ഈസ് ആൻ അപ്പെക്സ് ഓർഗനൈസേഷൻ ഓഫ് കൺസ്യൂമേഴ്സ് കോപ്പറേറ്റീവ്സ് ഇൻ ഇന്ത്യ അല്ലേ? കൺസ്യൂമേഴ്സ് കോപ്പറേറ്റീവ്സിന്റെ അപ്പെക്സ് ബോഡി എന്ന് പറയുന്നത് ഏതാണ്? NCCF ആണ് അല്ലേ? NCCF ആണ് ഇന്ത്യയിലെ കൺസ്യൂമേഴ്സ് കോപ്പറേറ്റീവ്സിന്റെ അപ്പെക്സ് ഓർഗനൈസേഷൻ. അപ്പോൾ നമുക്ക് അതിന്റെ റിലേറ്റഡ് ഫാക്ട്സ് ഒന്ന് നോക്കാം. NCCF എന്ന് പറഞ്ഞാൽ ഏതാണ്? നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ. നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ. ഇത് എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? 16th October 1965. 16th October 1965 എന്ത് എസ്റ്റാബ്ലിഷ് ചെയ്തത്? NCCF എസ്റ്റാബ്ലിഷ് ചെയ്തത്. എന്തിന്റെ അപ്പെക്സ് ബോഡിയാണ്? നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ടായിരുന്നു അല്ലേ? കൺസ്യൂമേഴ്സ് കോപ്പറേറ്റീവ്സിന്റെ അപ്പെക്സ് ഓർഗനൈസേഷൻ ആണ് ഇത് NCCF. ഇത് എത്ര ബ്രാഞ്ചസ് ആണ് ഇന്ത്യയിലുള്ളത്? 24 ബ്രാഞ്ചസ് ആണുള്ളത്. ഇത് ഏത് ആക്ട് പ്രകാരമാണ് രജിസ്റ്റർ ചെയ്തേക്കുന്നതെന്ന് ചോദിച്ചാൽ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഏത് വർഷമാണ്? 2002. ഒരു അഡീഷണൽ ഫാക്ട് ആണ്, ഇത് ഓർത്തിരുന്നോണേ. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എന്നാണ് 2002 ആണ്. ഇത് പ്രകാരമാണ് എന്ത് ഫോം ചെയ്തേക്കുന്നത്?
നമ്മളുടെ NCCF രജിസ്റ്റർ ചെയ്തേക്കുന്നത്. അപ്പൊ NCCF എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ആൻ അപ്പെക്സ് ഓർഗനൈസേഷൻ ഫോർ കൺസ്യൂമേഴ്സ് കോപ്പറേറ്റീവ്സ് ഇൻ ഇന്ത്യ. അതുപോലെ തന്നെ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തെന്നാണ് 1965 ഒക്ടോബർ 16 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇതിന്റെ എത്ര ബ്രാഞ്ചസ് ഉണ്ട്? 24 ബ്രാഞ്ചസ് ഉണ്ട്. ഇത് എന്തായിട്ടാണ് രജിസ്റ്റർ ചെയ്തേക്കുന്നത്? അല്ലെ ഏത് ആക്ട് പ്രകാരമാണ് രജിസ്റ്റർ ചെയ്തേക്കുന്നത്? മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരമാണ് ഇത് രജിസ്റ്റർ ചെയ്തേക്കുന്നത്. അടുത്ത ഓപ്ഷൻ ആണ് NACF. ഏതാണ്? NACF. നോക്കിയേ, നാഷണൽ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് ഫെഡറേഷൻ. നാഷണൽ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് ഫെഡറേഷൻ. നാഷണൽ അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് ഫെഡറേഷൻ. ഇതെന്ന് പറഞ്ഞാൽ പ്രൈമറി കോപ്പറേറ്റീവ്സ് ഉണ്ടല്ലോ, പ്രൈമറി കോപ്പറേറ്റീവ്സിന്റെ ഒരു അപ്പെക്സ് ഓർഗനൈസേഷൻ ആണ് ഏത്? NACF. NACF എന്നുള്ളത് എന്തിന്റെ അപ്പെക്സ് ഓർഗനൈസേഷൻ ആണ്? പ്രൈമറി കോപ്പറേറ്റീവ്സിന്റെ ഒരു അപ്പെക്സ് ഓർഗനൈസേഷൻ ആണ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിയേ, വിച്ച് ഈസ് ദ അപ്പെക്സ് ഓർഗനൈസേഷൻ ഫോർ കൺസ്യൂമേഴ്സ് കോപ്പറേറ്റീവ്സ് ഇൻ ഇന്ത്യ അല്ലെ? കൺസ്യൂമേഴ്സ് കോപ്പറേറ്റീവ്സിന്റെ അപ്പെക്സ് ഓർഗനൈസേഷൻ ഏതാണ്? NCCF ആണ്. ഇത് എന്തിന്റെയാണ്? NACF എന്തിന്റെയാണ്? പ്രൈമറി കോപ്പറേറ്റീവ്സിന്റെ ആണ് അല്ലെ? NACF എന്തിന്റെയാണ്? പ്രൈമറി കോപ്പറേറ്റീവ്സിന്റെ ഒരു അപ്പെക്സ് ഓർഗനൈസേഷൻ ആണ് ഇത് NACF. അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കമ്മിങ് അണ്ടർ ഓൺ ദ ജോബ് ട്രെയിനിങ് അല്ലെ? ട്രെയിനിങ് മെത്തേഡ്സ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നേക്കുന്നത്. ട്രെയിനിങ് മെത്തേഡ്സിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡും ഉണ്ട്, ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡും ഉണ്ട്. ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ലേണിംഗ് വൈൽ ഡൂയിങ് എന്നും കൂടി അറിയപ്പെടും. അപ്പോൾ ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡിന്റെ വേറൊരു പേര് എന്താണ്? ലേണിംഗ് വൈൽ ഡൂയിങ്. അതായത് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് തരുന്നു? ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്ന മെത്തേഡാണ് ഓൺ ദ ജോബ്. അപ്പോൾ ഓഫ് ദ ജോബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലേണിംഗ് ബിഫോർ ഡൂയിങ്. നമ്മൾ ഒരു വർക്കിലേക്ക് ചെല്ലുന്നതിന് മുന്നേ നമുക്ക് എന്ത് തരുന്നു? ട്രെയിനിങ് തരുന്നു. അതാണ് ലേണിംഗ് ബിഫോർ ഡൂയിങ്. ഇത് നമ്മുടെ മാനേജ്മെന്റ് ഫംഗ്ഷൻസിൽ സ്റ്റാഫിങ്ങിന്റെ അണ്ടറിൽ വരുന്ന ഒരു ഏരിയ ആണ് ഇത് ഈ ട്രെയിനിങ് മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ. ട്രെയിനിങ് മെത്തേഡ്സിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, ഓൺ ദ ജോബും ഓഫ് ദ ജോബും. ഓൺ ദ ജോബ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഓൺ ദ ജോബ് എന്ന് പറഞ്ഞാൽ ലേണിംഗ് വൈൽ ഡൂയിങ്ങും, ഓഫ് ദ ജോബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലേണിംഗ് ബിഫോർ ഡൂയിങ്. അപ്പോൾ ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ കോച്ചിങ് അല്ലേ? നമുക്ക് ജോലി ചെയ്തുകൊണ്ട് മെന്ററിങ്, കോച്ചിങ്, പൊസിഷൻ റൊട്ടേഷൻ, ഇതൊക്കെ എന്താണ്? ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്സ് ആണ്. ഇവിടെ ഓൺ ദ ജോബ് അല്ലാത്ത ഏതാണ്? വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് ആണ്. വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്ച്വൽ വർക്ക് എൻവയോൺമെന്റിന്റെ കൂട്ട് തന്നെ ഒരു വർക്ക് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്ത് അവിടുത്തെ എക്യുപ്മെന്റ്സ് പോലെ തന്നെ, അവിടുത്തെ ആ ഒരു സറൗണ്ടിങ് പോലെ തന്നെ, അല്ലെങ്കിൽ ആ ഒരു ബിസിനസ് എൻവയോൺമെന്റ് പോലെ തന്നെ ഒരു സറൗണ്ടിങ് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് എന്ത് തരുന്നു? ട്രെയിനിങ് തരുന്ന ഒരു മെത്തേഡാണ്. ഒരു ആക്ച്വൽ അല്ലേ, ഒരു ആക്ച്വൽ വർക്ക് എൻവയോൺമെന്റിന്റെ കൂട്ട് തന്നെ ഉള്ള ഒരു വിർച്വൽ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് എന്ത് തരുന്നു? ട്രെയിനിങ് തരുന്നു. അപ്പോൾ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പോകണ്ട. ഒരു ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്സ് അപ്പോൾ ഏതൊക്കെയാണ്? ഓൺ ദ ജോബ് ഏതൊക്കെയാണ്? മെന്ററിങ്, കോച്ചിങ്, ജോബ് റൊട്ടേഷൻ അല്ലെങ്കിൽ പൊസിഷൻ റൊട്ടേഷൻ, ഇതൊക്കെ എന്താണ്? ഓൺ ദ ജോബ് ആണ്. ഓഫ് ദ ജോബിൽ വരുന്നതാണ് ഇത് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹോത്തോൺ എക്സ്പെരിമെന്റ് അല്ലേ? ഹോത്തോൺ എക്സ്പെരിമെന്റ് ആരുമായിട്ട് ബന്ധപ്പെട്ടാണ്? ഹോത്തോൺ എക്സ്പെരിമെന്റ് ആരുമായിട്ട് ബന്ധപ്പെട്ടാണ്? നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്. എൽട്ടൺ മായോ, FW ടൈലർ, മാക്സ് വെബർ, പീറ്റർ എഫ് ഡ്രക്കർ. ഇതെല്ലാം മാനേജ്മെന്റ് തിയറി ആയിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഹോത്തോൺ എക്സ്പെരിമെന്റ് എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? ആരാണ് ഈ ഹോത്തോൺ എക്സ്പെരിമെന്റ് നടത്തിയത്? എൽട്ടൺ മായോ ആണ്. ആരാണ്? എൽട്ടൺ മായോ. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. സെറ്റിനായാലും നെറ്റിനായാലും PSCയുടെ ഏതൊരു PSC നടത്തുന്ന നമ്മുടെ കൊമേഴ്സായിട്ട് ബന്ധപ്പെട്ട ഏതൊരു എക്സാമിനും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത് ഈ ഹോത്തോൺ എക്സ്പെരിമെന്റ്. ഹോത്തോൺ എക്സ്പെരിമെന്റിന് നമുക്ക് ഹ്യൂമൻ റിലേഷൻ സ്കൂൾ എന്നും ചോദിക്കാറുണ്ട് അല്ലേ? ഹ്യൂമൻ റിലേഷൻ സ്കൂളിന്റെ ഫാദർ ആരാണ്? എൽട്ടൺ മായോ ആണ്. ഹ്യൂമൻ റിലേഷൻസ് ഫാദർ ഓഫ് ഹ്യൂമൻ റിലേഷൻസ് സ്കൂൾ ആരാണ്? എൽട്ടൺ മായോ ആണ്. അപ്പോൾ എൽട്ടൺ മായോ ഈ ഹ്യൂമൻ റിലേഷൻ സ്കൂളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നടത്തിയൊരു എക്സ്പെരിമെൻ്റ് ആണ് ഏത്? ഹോത്തോൺ എക്സ്പെരിമെൻ്റ്. ഈ എക്സ്പെരിമെൻ്റ് കണ്ടക്ട് ചെയ്തത് ഒരു വെസ്റ്റേൺ ഇലക്ട്രിക്കൽസ് ഹോത്തോൺ ഇൻഡസ്ട്രിയിലാണ് എന്ത് ചെയ്തത്? ഈ എക്സ്പെരിമെൻ്റ് കണ്ടക്ട് ചെയ്തത്. അതുകൊണ്ടാണ് ആ ഒരു ഇതിന് ഹോത്തോൺ എക്സ്പെരിമെൻ്റ് എന്ന് പേര് വന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഒരു എംപ്ലോയിയുടെ വർക്ക് പെർഫോമൻസ് അല്ലേ? നമുക്ക് എന്ത് കിട്ടിയാൽ നമുക്ക് നല്ല സാലറി അല്ലെങ്കിൽ നല്ല ജോബ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മാക്സിമം വർക്ക് ചെയ്ത് നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടും. ആ ഒരു റിലേഷനിലേക്ക്, ആ ഒരു സ്റ്റഡിയിലേക്ക് എത്തിയ പഠനമായിരുന്നു ഏത്? ഹോത്തോൺ സ്റ്റഡീസ് അല്ലെങ്കിൽ
ഹോർത്തോൺ എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ. അടുത്ത മെന്റൽ റെവല്യൂഷൻ, അതുപോലെ തന്നെ ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് ഒക്കെ ആരാണ്? FW ടൈലർ ആണ്, അത് ഓർത്തിരിക്കുക. അടുത്ത ബ്യൂറോക്രസി തിയറിയുടെ ഫാദർ ആരാണ്? മാക്സ് വെബർ ആണ്. ഇനി പിന്നെ ആരായിരുന്നു നമ്മുടെ ഓപ്ഷനിലുള്ളത്? പീറ്റർ എഫ് ഡ്രക്കർ അല്ലേ? പീറ്റർ എഫ് ഡ്രക്കറിന്റെ ആണ് എന്ത്? മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ്. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഹോർത്തോൺ എക്സ്പെരിമെന്റ് ആദ്യമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. ഹോർത്തോൺ എക്സ്പെരിമെന്റ് ആരുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്? എൽട്ടൺ മായോ ഫാദർ ഓഫ് ഹ്യൂമൻ റിലേഷൻ സ്കൂളാണ് എൽട്ടൺ മായോ. അതുപോലെ തന്നെ ബ്യൂറോക്രസിയുടെ ഫാദർ ആരാണ്? മാക്സ് വെബർ ആണ്. സയന്റിഫിക് മാനേജ്മെന്റിന്റെ ഫാദർ ആരാണ്? FW ടൈലർ ആണ്. അതുപോലെ തന്നെ മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണ്? പീറ്റർ ഓഫ് ഡ്രക്കർ ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കാതെ ഈ ക്വസ്റ്റ്യനായിട്ട് ബന്ധപ്പെട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻ വിച്ച് ഇയർ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ ഹാഡ് റെക്കമെൻഡഡ് എ നാഷണൽ പോളിസി ഓൺ കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലേ? അപ്പം ഒരു നാഷണൽ പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്തത് അല്ലേ? ഒരു നാഷണൽ പോളിസി വേണം, കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് ഒരു നാഷണൽ പോളിസി വേണമെന്ന് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ റെക്കമെൻഡ് ചെയ്ത വർഷം എന്നാണ് ഇല്ലേ? ഇൻ വിച്ച് ഇയർ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ ഹാസ് റെക്കമെൻഡഡ് എ നാഷണൽ പോളിസി ഓൺ കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലേ? കോർപ്പറേഷൻ ഏരിയയിൽ നിന്ന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഏതാണ് ആൻസർ? 1958 ആണ്. 1958 ആണ് ആൻസർ. അപ്പൊ നോക്കിയേ, നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ അല്ലേ? നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ ഒരു നാഷണൽ പോളിസി വേണം, കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് വേണ്ടി ഒരു നാഷണൽ പോളിസി വേണമെന്ന് റെക്കമെൻഡ് ചെയ്ത വർഷം ഏതാണ്? 1958 ആണ്. അപ്പോൾ എന്താണ് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ? നോക്കാം. ഇറ്റ് ഈസ് ആൻ അപ്പെക്സ് ബോഡി ഫോർ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഡെലിബറേഷൻസ് ഓൺ ഡെവലപ്മെന്റ് മാറ്റേഴ്സ്. അപ്പം അല്ലേ ഏറ്റവും അപ്പെക്സ് ആയിട്ടുള്ള കോപ്പറേറ്റീവ് ഏറ്റവും അപ്പെക്സ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങിനുള്ള ഒരു അതോറിറ്റിയാണ് ഇത് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ. ഇതിന്റെ ചെയർമാൻ ആരാണ്? പ്രൈം മിനിസ്റ്റർ ആണ് ഇതിന്റെ ചെയർമാൻ. അതുപോലെ തന്നെ മറ്റ് യൂണിയൻ മിനിസ്റ്റേഴ്സും എല്ലാ സ്റ്റേറ്റിലെയും ചീഫ് മിനിസ്റ്റേഴ്സും യൂണിയൻ ടെറിട്ടറിയിലെ അഡ്മിനിസ്ട്രേറ്റേഴ്സും എല്ലാം ഇതിനകത്ത് എന്താണ്? അംഗങ്ങളാണ്. അപ്പൊ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലെ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? പ്രൈം മിനിസ്റ്റർ ആണ്. നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ ഒരു നാഷണൽ പോളിസി വേണമെന്ന് റെക്കമെൻഡ് ചെയ്ത വർഷം ഏതാണ്? 1958 ആണ്. അതുപോലെ തന്നെ ഇപ്പം നിലവിലുള്ള നാഷണൽ പോളിസി ഏത് വർഷത്തെയാണെന്ന് ചോദിച്ചാൽ 2002-ലെയാണ്. ഇപ്പം നിലവിലുള്ള നാഷണൽ പോളിസി ഓൺ കോപ്പറേറ്റീവ് സൊസൈറ്റി ഏത് ഇയറിലെയാണെന്ന് ചോദിച്ചാൽ ഏതാണ്? 2002 ആണ് കേട്ടോ. നാഷണൽ പോളിസി ഓൺ കോപ്പറേറ്റീവ്സ് വാസ് ഫോർമുലേറ്റഡ് ഇൻ 2002 വിത്ത് ദ ഒബ്ജക്റ്റീവ് ഓഫ് ഫെസിലിറ്റേറ്റിംഗ്. എന്താണ് ഇതിന്റെ ഒരു ലക്ഷ്യം? ഈ നാഷണൽ പോളിസിയുടെ ഒരു ലക്ഷ്യം എന്താണ്? ഓൾ റൗണ്ട് ഡെവലപ്മെന്റ് ഓഫ് കോപ്പറേറ്റീവ്സ്. അവർക്ക് വേണ്ടുന്ന സപ്പോർട്ട് കൊടുക്കുക, അവർക്ക് വേണ്ടുന്ന എൻകറേജ്മെന്റ്സും അസിസ്റ്റൻസും കൊടുക്കുക. അതുപോലെ തന്നെ ഓട്ടോണമസ് സെൽഫ് റിലയൻ്റ് ആയിട്ട് ഡെമോക്രാറ്റിക്കലി ഇവർ എന്ത് ചെയ്യുക? വർക്ക് ചെയ്യാനുള്ള എല്ലാ സപ്പോർട്ടും കൊടുക്കുക എന്നുള്ളതാണ് ഈ നാഷണൽ പോളിസിയുടെ ലക്ഷ്യം. നാഷണൽ പോളിസി ഫോർമുലേറ്റ് ചെയ്ത് എന്നാണ്? 2002-ലാണ്. ഇത് റെക്കമെൻഡ് ചെയ്തതാണ് ഏത്? 1958. പ്രീവിയസ് ഇയറിൽ നമ്മുടെ ഡിസ്ട്രിക്ട് മാനേജർ ആണോ ഡെപ്യൂട്ടി ജനറൽ മാനേജർ ഈ രണ്ട് എക്സാമിൽ ഏതോ ഒന്നിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. വിച്ച് ആർ ദ അല്ലേ റെക്കമെൻഡ് ചെയ്ത വർഷം 1958 ആണ്. ഇപ്പം നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് മനസ്സിലായല്ലോ. നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിന്റെ ചെയർമാൻ ആരാണ്? പ്രൈം മിനിസ്റ്റർ ആണ്. അപ്പോൾ കറന്റ്ലി ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? നരേന്ദ്രമോദിയാണ്. ഇതിനകത്ത് മെമ്പേഴ്സ് ആരൊക്കെ ആവാം? യൂണിയൻ മിനിസ്റ്റേഴ്സ് ആവാം, ചീഫ് മിനിസ്റ്റേഴ്സ് ആവാം, യൂണിയൻ ടെറിട്ടറിയിലെ അഡ്മിനിസ്ട്രേറ്റീവ്സ് ആവാം. അതുപോലെ തന്നെ ഇവരുടെ ലക്ഷ്യം എന്താണ്? എല്ലാ കോപ്പറേറ്റീവ്സിൻ്റെ ഇടയിലും അവർ സെൽഫ് റിലയൻ്റ് ആവാനും ഡെമോക്രാറ്റിക് മാനേജ്മെൻറ്റ് കൊണ്ടുവരാനും അവർക്ക് വേണ്ടുന്ന എൻകറേജ്മെൻറ്റ് കൊടുക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ നാഷണൽ പോളിസി ഓൺ കോപ്പറേറ്റീവ്സ് എന്ത് ചെയ്തത്? ഫോം ചെയ്തത്. അപ്പോൾ നാഷണൽ പോളിസി ഫോം ചെയ്യുന്ന ആരാണ്? നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലാണ്. ഓക്കെ ആണല്ലോ. കറൻ്റ്ലി ഉള്ള ഏത് വർഷമാണ്? 2002. അടുത്ത ക്വസ്റ്റ്യൻ. ഫോർ വാട്ട് പർപ്പസ് ട്രഷറി ബിൽസ് ആർ ഇഷ്യൂഡ്? ഇല്ലേ? ട്രഷറി ബിൽസ് അല്ലെങ്കിൽ ടി ബിൽസ് എന്നറിയപ്പെടും ഇല്ലേ? ട്രഷറി ബിൽസ് അല്ലെങ്കിൽ ടി ബിൽസ്. നമ്മുടെ ക്യാപിറ്റൽ മാർക്കറ്റ്, മണി മാർക്കറ്റ്, ആ ഒരു നമ്മുടെ ഫിനാൻഷ്യൽ മാർക്കറ്റ് ഏരിയയിൽ നിന്ന് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത് ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ ട്രഷറി ബിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 3 ഓപ്ഷൻസ് ആണുള്ളത്. ഫോർ ദ ഷോർട്ട് ടേം റിക്വയർമെന്റ് ഓഫ് ദ ഗവൺമെന്റ്, അതുപോലെ തന്നെ ഫോർ ദ ക്യാപിറ്റൽ റിക്വയർമെന്റ് ഓഫ് RBI. മൂന്നാമത്തെ ഓപ്ഷൻ ആണ് ഫോർ ദ ലോങ് ടേം റിക്വയർമെന്റ് ഓഫ് ദ ഗവൺമെന്റ്.
അപ്പോൾ ഇവിടുത്തെ നമുക്ക് നോക്കാം അല്ലേ, ഗവൺമെൻറ്റായിട്ട് ബന്ധപ്പെട്ടാണ് എന്ത്, ട്രഷറി ബില്ല്. അത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഗവൺമെൻറ്റായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ഇതാണ് ട്രഷറി ബില്ല്. അത് ലോങ് ടേം ആണോ ഷോർട്ട് ടേം ആണോ എന്ന് നമുക്ക് നോക്കണം അല്ലേ. അപ്പോൾ നമുക്ക് ഫിനാൻഷ്യൽ മാർക്കറ്റിൽ മണി മാർക്കറ്റിൻ്റെ അണ്ടറിൽ വരുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് ഇത് ട്രഷറി ബില്ല്. മണി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേം സെക്യൂരിറ്റീസിന് വേണ്ടിയിട്ടുള്ള ഒരു മാർക്കറ്റാണ്. അതായത് ഒരു വർഷത്തിനകത്ത് കാലാവധിയുള്ള സെക്യൂരിറ്റീസ് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാർക്കറ്റാണ് ഇത് മണി മാർക്കറ്റ് അല്ലേ. മണി മാർക്കറ്റ് ഇസ് ദ മാർക്കറ്റ് ഫോർ ഷോർട്ട് ടേം സെക്യൂരിറ്റീസ്. കൊമേഴ്ഷ്യൽ പേപ്പർ, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, കോൾ മണി, ട്രഷറി ബിൽസ്, ഇതൊക്കെയാണ് മണി മാർക്കറ്റിൽ ഇൻസ്ട്രുമെന്റ്സ്. ഓർത്തിരിക്കുക, ഇപ്പം ഷെയറും ഡിബഞ്ചറും ഒക്കെ തന്നിട്ട് അതിൻ്റെ കൂടെ കോൾ മണിയും കൂടെ തന്നിട്ട് ഇതിനകത്ത് ഏതാണ് ഒരു മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് എന്ന് ചോദിച്ചാൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ അറിയണ്ടേ. അപ്പോൾ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് ഏതൊക്കെയാണ്? ട്രഷറി ബില്ല്, കോൾ മണി, കൊമേഴ്ഷ്യൽ പേപ്പർ, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, ഇതെല്ലാം എന്താണ്? ഷോർട്ട് ടൈം മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് ആണ്, അല്ലെ ഷോർട്ട് ടൈം ഇൻസ്ട്രുമെന്റ്സ് ആണ്. ഇതിന്റെ എല്ലാ മെച്യൂരിറ്റി പീരീഡ് ഒരു വർഷത്തിൽ താഴെയായിരിക്കും. ഇതിന്റെ എല്ലാ മെച്യൂരിറ്റി പീരീഡ് എന്തായിരിക്കും? ഒരു വർഷത്തിൽ താഴെയായിരിക്കും. അതുപോലെ തന്നെ ഇവരെ ഗവേൺ ചെയ്യുന്നത്, ഇവരെ റെഗുലേറ്റ് ചെയ്യുന്നത് ആരാണ്? RBI ആണ്. ക്യാപിറ്റൽ മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്ന ആരാണ്? സെബി ആണ് അല്ലേ. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ് അവരെ റെഗുലേറ്റ് ചെയ്യുന്നത്. പക്ഷെ മണി മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്ന ആരാണ്? RBI ആണ്. ഓർത്തിരിക്കുക, RBI ഇസ് ദ റെഗുലേറ്റർ ഓഫ് മണി മാർക്കറ്റ്. മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് ഏതൊക്കെയാണ്? ട്രഷറി ബിൽ, കൊമേഴ്ഷ്യൽ പേപ്പർ, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, കോൾ മണി ഒക്കെയാണ്. അപ്പൊ ട്രഷറി ബിൽസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഓപ്ഷനിൽ നിന്ന് കണ്ടെത്താലോ ഏതാണ്? ഇറ്റ് ഈസ് ദ ഷോർട്ട് ടൈം റിക്വയർമെന്റ്സ് ഓഫ് ദ ഗവൺമെന്റ്. ഗവൺമെന്റിന് ഷോർട്ട് ടൈം ആയിട്ട് ഫണ്ട് റേസ് ചെയ്യണം. ഷോർട്ട് ടൈം ഫണ്ട് റേസ് ചെയ്യണമെങ്കിൽ ഗവൺമെന്റ് എന്ത് ഇഷ്യൂ ചെയ്യുന്നു? 91 days, 182 days എന്നൊക്കെയുള്ള ആ ഒരു പീരീഡ് വെച്ച് എന്ത് ഇഷ്യൂ ചെയ്യുന്നു? ട്രഷറി ബിൽസ് ഇഷ്യൂ ചെയ്യുന്നു. അപ്പൊ ട്രഷറി ബിൽസ് ഇഷ്യൂ ചെയ്യുന്ന ആരാണ്? ഓക്കെ, T-bills, commercial paper, certificate of deposit, trade credit, bill of exchange, promissory note, കോൾ മണി, ഇതെല്ലാമാണ് മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ്. ഇതിന്റെ എല്ലാം പ്രത്യേകത എന്താണ്? ഹൈ ലിക്വിഡ് ആണ്. നമുക്ക് പെട്ടെന്ന് എന്താക്കി മാറ്റാൻ പറ്റും? ക്യാഷ് ആക്കി മാറ്റാൻ പറ്റും അല്ലെ. ഹൈ ലിക്വിഡിറ്റി ആണ് ഇവർക്കുള്ളത്. ഹൈലി ലിക്വിഡ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. ഹൈലി ലിക്വിഡിന്റെ അർത്ഥം എന്താണ്? വിച്ച് ക്യാൻ ബി ഈസിലി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ്. നമുക്ക് പെട്ടെന്ന് തന്നെ അത് ക്യാഷ് ആയിട്ട് എന്ത് ചെയ്യാം? കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഹൈലി ലിക്വിഡ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ഇത് റെഡീം ചെയ്യാം. ഇതെല്ലാം എവിടെയാണ് ട്രേഡ് ചെയ്യുന്നത്? ഓവർ ദ കൗണ്ടർ എക്സ്ചേഞ്ച് ആണ് അല്ലെ. ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ആണോ? അല്ല, മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ആണ്. ഇനി നമുക്ക് ട്രഷറി ബില്ല് നോക്കിയേ. ട്രഷറി ബിൽ എന്ന് പറഞ്ഞാൽ ഇഷ്യൂഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഇത് ആരാണ് ഇഷ്യൂ ചെയ്യുന്നത്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അവരുടെ ഷോർട്ട് ടൈം റിക്വയർമെന്റിന് വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഏത്? ട്രഷറി ബിൽസ് അല്ലെങ്കിൽ T-bills. 91 days, 182 days എന്നുള്ള ആ ഒരു പീരീഡിലേക്കാണ് ഇത് എന്ത് ചെയ്യുന്നത്? ഇഷ്യൂ ചെയ്യുന്നത്. ദ ബിൽ ഈസ് ഇഷ്യൂഡ് ആസ് എ പ്രൊമിസറി നോട്ട് അല്ലേ, ഫോർ റീപേയ്മെന്റ് ഇൻ ഫ്യൂച്ചർ. ഈ ട്രഷറി ബില്ലിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷോർട്ട് ടൈം റിക്വയർമെന്റ് തന്നെയാണ് അല്ലെ. ഷോർട്ട് ടൈമിലേക്ക് നമ്മുടെ ഗവൺമെന്റിന് ഫണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് എന്ത് ഇഷ്യൂ ചെയ്യുന്നു? T-bills ഇഷ്യൂ ചെയ്യുന്നു. അപ്പം ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഇതിന്റെ എല്ലാ മെച്യൂരിറ്റി പീരീഡ് എത്ര ആയിരിക്കും? ലെസ് ദാൻ 1 year ആയിരിക്കും. അതുപോലെ തന്നെ ഹൈലി ലിക്വിഡ് ഇൻസ്ട്രുമെന്റ്സ് ആയിരിക്കും ഇവ. ഇവരെ റെഗുലേറ്റ് ചെയ്യുന്ന ആരാണ്? RBI ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് മണി മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. ക്യാപിറ്റൽ മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്ന ആരാണ്? സെബി ആണ്. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ഇക്വിറ്റി ഷെയർ, പ്രിഫറൻസ് ഷെയർ, ഡിബഞ്ചർ ഒക്കെ എന്താണ്? ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് ആണ് കോൾ മണി, സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്, കൊമേഴ്ഷ്യൽ പേപ്പർ, അതുപോലെ തന്നെ ട്രഷറി ബിൽസ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഏതാണ്? ഇറ്റ് ഈസ് എ ഷോർട്ട് ടൈം ഇൻസ്ട്രുമെന്റ് ഇഷ്യൂഡ് ബൈ ഗവൺമെന്റ്. ഇറ്റ് ഈസ് എ ഷോർട്ട് ടൈം ഇൻസ്ട്രുമെന്റ് ഇഷ്യൂഡ് ബൈ ദ ഗവൺമെന്റ് ആണ് അല്ലേ. ട്രഷറി ബിൽ എന്ന് പറഞ്ഞാൽ ഒരു ഷോർട്ട് ടൈം ഇൻസ്ട്രുമെന്റ് ആണ്, അല്ലെ ഒരു മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ആണ്. ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്ന, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇഷ്യൂ ചെയ്യുന്ന ഒരു ഷോർട്ട് ടൈം മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ് ആണ് ഇത് ട്രഷറി ബിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ കോൺസെപ്റ്റ് വെയർ ട്രാൻസാക്ഷൻ ആർ എൻറ്റേർഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട് അറ്റ് ദ എമൗണ്ട് ആക്ച്വലി ഇൻവോൾവ്. ഇത് ഏത് ഏരിയയിൽ നിന്നുള്ളതാണ്? അക്കൗണ്ടിങ് ഏരിയയിൽ നിന്ന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. 4 ഓപ്ഷൻ ഉണ്ട്. മണി മെഷർമെന്റ്, കോസ്റ്റ് കൺസെപ്റ്റ്, ഗോയിങ് കൺസേൺ, ഡുവൽ ആസ്പെക്ട് അല്ലേ. 4 ഓപ്ഷൻസും ഉണ്ട്. അപ്പം ഫാദർ ഓഫ് അക്കൗണ്ടിങ് അല്ലേ. ഫാദർ ഓഫ് അക്കൗണ്ടിങ് ആരാണ്? ലൂക്ക പാസിയോളിയാണ്. ഫാദർ ഓഫ് അക്കൗണ്ടിങ് ആരാണ്? ലൂക്ക. നമ്മൾ വിചാരിക്കുക നമുക്കറിയാം, അതൊക്കെ അറിയാവുന്നതല്ലേ. പക്ഷെ നമുക്ക് ഓപ്ഷൻ ചിലപ്പോൾ 4 കാണുമ്പോൾ
നമുക്ക് ഓൾറെഡി അറിയാം ഫാദർ ഓഫ് മാനേജ്മെന്റ് ആരാണെന്ന്. ആ ഫാദർ ഓഫ് മാനേജ്മെന്റിന്റെ കൂടെ ഒരു ഫാദർ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് മാനേജ്മെന്റ് എന്നൂടെ ചോദിച്ചാൽ ചിലപ്പോൾ നമുക്ക് ഡൗട്ട് ആവും, ഹെൻറി ഫയോൾ ആണോ ടൈലർ ആണോ ആരാണെന്ന്. അപ്പൊ അതുപോലെ തന്നെ ഫാദർ ഓഫ് അക്കൗണ്ടിങ് ആരാണ്? ലൂക്ക പാസിയോളിയാണ്. അക്കൗണ്ടിങ്ങിൽ കോൺസെപ്റ്റ്സിനകത്ത് വരുന്നതാണ് ഏത് ഈ ഒരു ക്വസ്റ്റ്യൻ. നമുക്കറിയാം ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഗ്യാപ്പ് അല്ലേ, ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. എങ്ങനെ നമ്മൾ ഓരോ ട്രാൻസാക്ഷനും എങ്ങനെ റെക്കോർഡ് ചെയ്യണം, എപ്പോൾ റെക്കോർഡ് ചെയ്യണം, എങ്ങനെയാണ് നമ്മൾ അക്കൗണ്ടിങ് പ്രോസസ്സ് കൊണ്ടുപോകേണ്ടതെന്ന് തുടങ്ങി അക്കൗണ്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ജനറലി കുറേ അസംഷൻസും കോൺസെപ്റ്റ്സുകളും ഉണ്ട്. അതിൽ വരുന്നതാണിത്. അപ്പം നമുക്ക് ഓരോന്നും നോക്കിയിട്ട് ആൻസറിലേക്ക് വരാം. അപ്പോൾ അക്കൗണ്ടിങ് അസംഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അക്കൗണ്ടിങ് അസംഷൻസ് ഓർ കോൺസെപ്റ്റ്സ് ആർ നെസസറി അസംഷൻസ് കണ്ടീഷൻസ് ഓൺ വിച്ച് ദ അക്കൗണ്ടിങ് സിസ്റ്റം ഈസ് ബേസ്ഡ്. എങ്ങനെ വേണം നമ്മുടെ അക്കൗണ്ടിങ് സിസ്റ്റം എന്ന് പറയുന്നതാണ് എന്ത്? ഈ അക്കൗണ്ടിങ് അസംഷൻസ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത്. ജനറലി അക്സെപ്റ്റ് ചെയ്ത കുറച്ച് അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തെയാണ് ഏത്? അക്കൗണ്ടിങ് എൻറ്റിറ്റി. അക്കൗണ്ടിങ് എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബിസിനസ്സിലേക്ക് നമ്മൾ ആദ്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസയാണ് എന്തെന്ന് പറയുന്നത്, ആദ്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നമ്മൾ നമ്മുടെ ബിസിനസ്സിലേക്ക് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ബാലൻസ് ഷീറ്റിൽ നമ്മുടെ അസറ്റ് ആയിട്ടാണോ അത് എഴുതുന്നത്, നമ്മുടെ ലൈബിലിറ്റി ആയിട്ടാണോ നമ്മൾ ക്യാപിറ്റൽ എഴുതുന്നത്? ക്യാപിറ്റൽ എപ്പോഴും നമ്മുടെ ഏത് സൈഡിലാണ് നമ്മൾ എഴുതുന്നത്? ലൈബിലിറ്റി സൈഡിലാണ്. എന്തുകൊണ്ടാണ്? നമ്മുടെ ഫണ്ട് അല്ലേ, നമ്മുടെ ബിസിനസ് അല്ലേ, പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ അത് ലൈബിലിറ്റി സൈഡിൽ എഴുതുന്നത്? എന്തിൻ്റെ പ്രകാരമാണ്? നമ്മുടെ അക്കൗണ്ടിങ് കൺസെപ്റ്റ് അങ്ങനെയാണ്. ബിസിനസ് എൻറ്റിറ്റി അല്ലെങ്കിൽ അക്കൗണ്ടിങ് എൻറ്റിറ്റി കോൺസെപ്റ്റിൽ പറയുന്നത് എന്താണ്? ബിസിനസ് വേറെ, ഓണർ വേറെ അല്ലേ. ബിസിനസ്സും ഓണറും രണ്ടും രണ്ടാണ്. ഓണർ ബിസിനസ്സിലേക്ക് കൊടുക്കുന്ന പൈസ അവർ എന്തായിട്ടാണ് കണക്കാക്കുന്നത്? ഒരു കടം അല്ലേ, ഒരു ക്രെഡിറ്റ് ആയിട്ട് തരുന്നു. അതായത് ആരാണ്? ഓണർ ക്രെഡിറ്റർ ആണ്. ഓണർ ബിസിനസിന്റെ ക്രെഡിറ്റർ ആണെന്നാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അല്ലേ ലൈബിലിറ്റി സൈഡിൽ ക്യാപിറ്റൽ എഴുതുന്നത്. അപ്പം ആ ഒരു കൺസെപ്റ്റ് ആണ് ഇത് അക്കൗണ്ടിങ് എൻറ്റിറ്റി കൺസെപ്റ്റ്. ഓണർ വേറെ, ബിസിനസ് വേറെ. നമ്മൾ എന്ത് കൊടുക്കണം? ഈ ഓണർക്ക് ഈ പൈസ നമ്മൾ തിരിച്ച് കൊടുക്കണം. പലിശ സഹിതം, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അല്ലേ, ഇൻട്രസ്റ്റൂടെ ചേർത്ത് നമ്മൾ ഈ പൈസ ആർക്ക് തിരിച്ചു കൊടുക്കണം? ഓണർക്ക് തിരിച്ചു കൊടുക്കണം എന്നൊരു കൺസെപ്റ്റ് എന്തിലുണ്ട്? അക്കൗണ്ടിങ്ങിലുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കൺസെപ്റ്റ് ആണ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ബിസിനസ് ഈസ് ട്രീറ്റഡ് ആസ് എ യൂണിറ്റ് ഓർ എൻറ്റിറ്റി സെപ്പറേറ്റ് ഫ്രം പേഴ്സൺ. പ്രൊപ്പറേറ്ററിനെ എന്തായിട്ടാണ് കണക്കാക്കുന്നത്? ഒരു ക്രെഡിറ്റർ ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇത് നമ്മൾ എന്ത് ചെയ്യണം? ഈ ഓണർക്ക് ഈ പൈസ തിരിച്ച് കൊടുക്കണം. രണ്ടാമത്തെ കോൺസെപ്റ്റ് ആണ് മണി മെഷർമെന്റ്. നമ്മളിപ്പം നമുക്ക് ഒരു ഫ്രണ്ട് നമുക്കൊരു സർവീസ് ചെയ്തു വന്നു അല്ലേ, ഇപ്പോൾ ഫ്രണ്ട് നമുക്കൊരു സർവീസ് ചെയ്തു വന്നു. അത് നമുക്ക് നമ്മുടെ ബുക്കിൽ എഴുതാൻ പറ്റുമോ? നമ്മുടെ ജേർണലിൽ എഴുതാൻ പറ്റുമോ? 100 രൂപയുടെ സർവീസ് എൻ്റെ ഒരു ഫ്രണ്ട് ചെയ്തു തന്നു. ഒരിക്കലും നമുക്ക് പറ്റത്തില്ല അല്ലേ. അപ്പം മോണിറ്ററി വാല്യൂവിൽ മെഷർ ചെയ്യാൻ പറ്റുന്ന ട്രാൻസാക്ഷൻസ് മാത്രമേ നമുക്ക് എവിടെ റെക്കോർഡ് ചെയ്യാൻ പറ്റൂ? അക്കൗണ്ടിങ്ങിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റൂ. അക്കൗണ്ടിങ്ങിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അസംഷനാണ് അടുത്തത്, അല്ലെ ഒരു കോൺസെപ്റ്റാണ് മണി മെഷർമെൻറ്റ്. മണി മെഷർമെൻറ്റ് എന്ന് പറഞ്ഞാൽ മോണിറ്ററി വാല്യൂ അല്ലെ എക്കണോമിക് വാല്യൂവിൽ മെഷർ ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? എഴുതാനായിട്ട് പറ്റൂ, റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റൂ. അപ്പോൾ രണ്ടാമത്തെ കോൺസെപ്റ്റ് മനസ്സിലായല്ലോ. മൂന്നാമത്തെ ഇവിടെ കൊടുത്തേക്കുന്ന ഏതാണ്? ഗോയിങ് കൺസേൺ. ഗോയിങ് കൺസേൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ബിസിനസ് ലൈഫ് ലോങ് ഫോർ എ ലോങ് ടൈം അത് കണ്ടിന്യൂ ചെയ്യുമെന്നും പറഞ്ഞാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അക്കൗണ്ട്സ് എല്ലാം പ്രിപ്പയർ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യുമെന്നും പറഞ്ഞാണോ? അല്ല, ഇറ്റ് കണ്ടിന്യൂസ് ഫോർ എ ലോങ് ടൈം അല്ലെ, കണ്ടിന്യൂ വൺ ഫോർ എ ലോങ്, ഒരു നീണ്ട കാലയളവിലേക്ക് നമ്മുടെ ബിസിനസ് കണ്ടിന്യൂ ചെയ്യും എന്നുള്ളൊരു അർത്ഥം വെച്ചാണ് നമ്മൾ നമ്മുടെ ബിസിനസ് എന്ത് ചെയ്യുന്നത്? കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. അപ്പം ആ ഒരു കോൺസെപ്റ്റാണ്. ഇൻഡെഫിനിറ്റ് ലൈഫ് ഉണ്ട് എന്നൊരു കോൺസെപ്റ്റാണ് ഇത് ഗോയിങ് കൺസേൺ. ഇനി നാലാമത്തെ കോൺസെപ്റ്റാണ് കോസ്റ്റ് കൺസെപ്റ്റ്. കോസ്റ്റ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അത് അക്യൂർ ചെയ്യുന്ന അല്ലേ, ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് പ്രിൻസിപ്പിൾ ദാറ്റ് ട്രാൻസാക്ഷൻ ഷുഡ് ബി റെക്കോർഡഡ് ഓൺ ദെയർ അക്വിസിഷൻ കോസ്റ്റ്. ഇപ്പം നമ്മളൊരു മെഷീനറി വാങ്ങി, ആ മെഷീനറി വാങ്ങി നമുക്കത് കൊണ്ടുവരാൻ ട്രാൻസ്പോർട്ടേഷൻ ചാർജായി, അത് കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ ഇൻസ്റ്റലേഷൻ ചാർജായി. അപ്പം നമ്മൾ ആ കോസ്റ്റ് എഴുതുന്ന സമയത്ത് ആ ടോട്ടൽ കോസ്റ്റ്, അത് നമുക്കത് ഇൻസ്റ്റലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉൾപ്പെടെ ചിലവായ കൺസേൺഡ് എല്ലാ എക്സ്പെൻസും കൂടെ ചേർത്ത് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? റെക്കോർഡ് ചെയ്യാനായിട്ട്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട അക്വിസിഷൻ കോസ്റ്റായിട്ട് ബന്ധപ്പെട്ട ഒരു അസംഷനാണ് ഇത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. അപ്പം ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം.
ക്വസ്റ്റ്യൻ എന്തായിരുന്നു? The concept where transactions are recorded in the books of account at the amount actually involved. അല്ലേ, എത്ര രൂപ ആയി, ആക്ച്വലി എത്ര രൂപയായി എന്ന് നമ്മൾ ഏത് കോൺസെപ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് റെക്കോർഡ് ചെയ്യേണ്ടത്? കോസ്റ്റ് കൺസെപ്റ്റ് ആണ് കേട്ടോ. കോസ്റ്റ് കൺസെപ്റ്റ്. മോണിറ്ററി വാല്യൂലുള്ള എല്ലാ ഐറ്റംസ് റെക്കോർഡ് ചെയ്യുന്നുള്ള കോൺസെപ്റ്റ് ഏതാണ്? മണി മെഷർമെന്റ് ആണ്. ഫോർ എ ഇൻഡെഫിനിറ്റ് പീരീഡ് നമ്മുടെ ബിസിനസ് കണ്ടിന്യൂ ചെയ്യുന്നുള്ള കൺസെപ്റ്റ് ഏതാണ്? ഗോയിങ് കൺസേൺ ആണ്. ഓണറിനെ ഒരു ക്രെഡിറ്റർ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന കൺസെപ്റ്റ് ഏതാണ്? ബിസിനസ് എൻറ്റിറ്റി അല്ലെങ്കിൽ അക്കൗണ്ടിങ് എൻറ്റിറ്റി ആണ് അല്ലേ. അപ്പോൾ അക്വിസിഷൻ കോസ്റ്റ് റെക്കോർഡ് ചെയ്യണം, ടോട്ടൽ എമൗണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ എമൗണ്ടും റെക്കോർഡ് ചെയ്യണമെന്നുള്ള കോൺസെപ്റ്റ് ഏതാണ്? കോസ്റ്റ് കൺസെപ്റ്റ് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കൺസെപ്റ്റ് ആണ്. അപ്പോൾ അക്കൗണ്ടിങ് ഏരിയയിൽ നിന്ന് വന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഈ ജൂനിയർ അക്കൗണ്ടന്റ് മുതലായ എല്ലാ എക്സാംസിനും നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഇതാണ്. ബേസിക് അക്കൗണ്ടിങ് ആണ് അല്ലേ. അക്കൗണ്ടിങ്ങിലെ വളരെ ബേസ് ആയിട്ടുള്ള ഒരു ഏരിയ ആണിത്. അക്കൗണ്ടിങ് അസംപ്ഷൻസ് ആൻഡ് കോൺസെപ്റ്റ്സ്. അപ്പോൾ മണി മെഷർമെന്റ്, കോസ്റ്റ് കൺസെപ്റ്റ്, ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കൺസെപ്റ്റ്, മണി മെഷർമെന്റ്, ഗോയിങ് കൺസേൺ, അതുപോലെ തന്നെ ഡുവൽ ആസ്പെക്റ്റ്. ഡുവൽ ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതൊരു ട്രാൻസാക്ഷന് എന്തുണ്ട്? രണ്ട് ആസ്പെക്റ്റ് ഉണ്ട്. ഒരു ക്രെഡിറ്റ് ആസ്പെക്റ്റും ഉണ്ട്, ഒരു ഡെബിറ്റ് ആസ്പെക്റ്റും ഉണ്ട്. നമ്മളിപ്പോൾ ഒരു ഗുഡ്സ് റിസീവ് ചെയ്തു. ഗുഡ്സ് റിസീവ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഡെബിറ്റും ഉണ്ട്, ഒരു ക്രെഡിറ്റും ഉണ്ട്. നമുക്ക് ഇങ്ങോട്ട് വരുന്ന ഗുഡ്സിനെ നമുക്ക് എന്ത് ചെയ്യാം? ഡെബിറ്റ് ചെയ്യാം അല്ലേ. ഇങ്ങോട്ട് വരുന്നതിനെ നമുക്ക് ഡെബിറ്റ് ചെയ്യാം, നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നതിനെ നമുക്ക് എന്ത് ചെയ്യാം? ക്രെഡിറ്റ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി ബാങ്ക്സ് മെർജ്ഡ് വിത്ത് SBI ഓൺ ദ ഇയർ 2017? അല്ലേ, 2017 SBIയുമായിട്ട് എത്ര ബാങ്ക്സ് ആണ് മെർജ് ചെയ്തത്? അപ്പം എത്ര? നമ്മുടെ ആൻസർ ഏതാണ്? 6 ആണ് കേട്ടോ. ഓപ്ഷൻസ് 4, 5, 6, 7 ഉണ്ട്. നമ്മുടെ ആൻസർ ഏതാണ്? 2017 6 ബാങ്ക്സ് ആണ് SBI ആയിട്ട് എന്ത് ചെയ്തത്? മെർജ് ചെയ്തത്. Okay, State Bank of India. State Bank of India is the biggest commercial bank. അല്ലേ, നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്ക് ഏതാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഫസ്റ്റിലെ ഇതിൻ്റെ ഒരു ഇതാണ് പറയുന്നത്, 1921 എസ്റ്റാബ്ലിഷ് ചെയ്ത ഇമ്പീരിയൽ ബാങ്ക് ആണ്. പിന്നെ എന്തായിട്ട് മാറിയത്? SBI ആയിട്ട് മാറിയത്. എന്നാണ് SBI വന്നത്, നിലവിൽ വന്നത്? SBI ആക്ട് എന്നാണ് പാസ് ചെയ്തത്? 8 മെയ് 1955. SBI അതിൻ്റെ വർക്കിംഗ് എന്താ എസ്റ്റാബ്ലിഷ് ചെയ്തതിൽ നിലവിൽ വന്ന എന്നാണ്? 1955 ജൂലൈ 1 അപ്പോൾ ഇമ്പീരിയൽ ബാങ്ക് വന്ന വർഷം 1921. ഇമ്പീരിയൽ ബാങ്ക് ആണ് പിന്നെ എന്തായിട്ട് മാറിയത്? SBI ആയിട്ട് മാറിയത്. SBI came into existence on July 1, 1955. July 1, 1955. ലേറ്റർ ദ SBI പിന്നെ 1959 അല്ലേ 8ഓളം ബാങ്കുകളെ എന്ത് ചെയ്തു? അത് മെർജ് ചെയ്തു. അതുപോലെ തന്നെ ബാങ്ക് ഏതൊക്കെ ബാങ്കാണ് മെർജ് ചെയ്തതെന്നാണ് കൊടുത്തേക്കുന്നത്. പിന്നെ 2008, പിന്നെ അറ്റ് ലാസ്റ്റ് April 1, 2017 എന്ത് നടന്നത്? SBIയിൽ മെർജിങ് നടന്നത്. വർഷം ഒന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക. 2017, 2008 ഒക്കെ എന്ത് എഴുതു? 1963 SBIയുടെ മെർജ് നടന്ന വർഷമാണ്. നമുക്കറിയാമല്ലേ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ ഒക്കെ ഇപ്പോൾ എന്തിലാണ് ലയിച്ചിരിക്കുന്നത്? SBIയിലാണ്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് അതുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഫൈനൽ അതോറിറ്റി ഓഫ് ദ സൊസൈറ്റി അല്ലേ, കോപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ ഫൈനൽ അതോറിറ്റി ആരിലാണുള്ളത്? നോക്കിയേ, ഓപ്ഷൻ എ മാനേജിംഗ് കമ്മിറ്റി, ഓപ്ഷൻ ബി ജനറൽ ബോഡി, സി എക്സിക്യൂട്ടീവ് കമ്മിറ്റി, അതുപോലെ തന്നെ റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി. ആരിലാണ് ഫൈനൽ അതോറിറ്റി വെസ്റ്റ് ചെയ്തേക്കുന്ന? ആരിലാണ്? ജനറൽ ബോഡിയാണ്. അപ്പോൾ ഫൈനൽ അതോറിറ്റി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൾ വെസ്റ്റ് ഇൻ ജനറൽ ബോഡി. അടുത്ത, മ്യൂച്വലി എയ്ഡഡ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഈസ് പ്രിവൈലിംഗ് ഇൻ ദ സ്റ്റേറ്റ് അല്ലേ. മ്യൂച്വലി എയ്ഡഡ് ആയിട്ടുള്ള അല്ലേ, പരസ്പര ധാരണ, മ്യൂച്വലി എയ്ഡഡ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പറയുന്ന ഏത് സംസ്ഥാനത്തിലാണ് നിലവിലുള്ളത്? നമുക്കറിയാം ഏതാണ്? ആന്ധ്രാപ്രദേശാണ് കേട്ടോ. മ്യൂച്വലി എയ്ഡഡ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഏത് സ്റ്റേറ്റിലാണ് പ്രിവെയിൽ ആയിട്ടുള്ളത്? ആന്ധ്രാപ്രദേശാണ്. മ്യൂച്വലി എയ്ഡഡ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വന്ന വർഷം 1995. അപ്പം മ്യൂച്വലി എയ്ഡഡ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വർഷം ഏതാണ്? 1995 ആണ്. കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഇപ്പോൾ നിലവിലുള്ള ഏതാണ്? 1969. ഗുജറാത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1961. തമിഴ്നാടു കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 19
1983. ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. നമ്മുടെ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എന്നായിരുന്നു? 2002 ആണ് കേട്ടോ. 2002 ആണ് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. മ്യൂച്വലി എയ്ഡഡ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഏതാണ്? 1995. മ്യൂച്വലി എയ്ഡഡ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടുമായിട്ട് ബന്ധപ്പെട്ട സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓൺ ദ കംപ്ലീഷൻ ഓഫ് ഓഡിറ്റ് ഓഫ് ദ സൊസൈറ്റി, അല്ലേ, സൊസൈറ്റിയുടെ ഓഡിറ്റ് കംപ്ലീറ്റ് ആവുമ്പോൾ ദ ഓഡിറ്റർ ഷോൾ സബ്മിറ്റ് ഡാഷ് ഓഫ് റിപ്പോർട്ട് ടു ദ രജിസ്ട്രാർ ഇൻ ദ ഫോം പ്രിസ്ക്രൈബ്ഡ് ബൈ ദ രജിസ്ട്രാർ. രജിസ്ട്രാറിന് സാധാരണ നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചേ കംപ്ലീറ്റ് ചെയ്യുമ്പം, അല്ലെ, ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പം നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന ഡോക്യുമെന്റ് ഏതാണ്? ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ആണോ? ഓഡിറ്റ് മെമ്മോറാണ്ടം ആണോ? ഓഡിറ്റ് നോട്ട്ബുക്ക് ആണോ? ഓഡിറ്റ് മാനുവൽ ആണോ? നോക്കാം നമുക്ക് ഓരോന്നും എന്താണെന്നല്ലേ. നോക്കിയേ, ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഓഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞ് നമുക്ക് ഇഷ്യൂ ചെയ്യുന്ന, അല്ലേ, നമുക്ക് ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ആണ് ഇത് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ്. നമ്മളെല്ലാം വെൽ സാറ്റിസ്ഫൈഡ് ആണ്, കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ് ആക്യുറസി കീപ്പ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ആണ് ഇത് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ്. ഓഡിറ്റ് മെമ്മോറാണ്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഫൈനൽ, അല്ലേ, ഓഡിറ്റിങ്ങിന്റെ ഏറ്റവും ഒരു ഫൈനൽ സ്റ്റെപ്പായിട്ട് കാണപ്പെടുന്ന ഒരു ഡോക്യുമെന്റ് ആണ് ഇത് ഓഡിറ്റ് മെമ്മോറാണ്ടം. ഓഡിറ്റ് മെമ്മോറാണ്ടം മീൻസ് എ മെമ്മോറാണ്ടം ഓർ എ ലെറ്റർ issued during the course of audit for eliciting information, confirmation or facts or any other matter considered necessary by the audit officer in the conduct of audit. അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ് എന്ത്? ഇറ്റ്സ് ദ ഫൈനൽ ഡോക്യുമെന്റ് പ്രിപ്പയർ. അല്ലെ, ഓഡിറ്റിങ്ങിന്റെ എല്ലാ കാര്യങ്ങളും എന്തിനകത്ത് കാണും? ഓഡിറ്റ് മെമ്മോറാണ്ടത്തിൽ കാണും. ഇത് ആർക്ക് സബ്മിറ്റ് ചെയ്യുന്നു? രജിസ്ട്രാറിന് സബ്മിറ്റ് ചെയ്യുന്നു. അടുത്ത നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടായിരുന്നായിരുന്നു ഓഡിറ്റ് നോട്ട്ബുക്ക്. ഓഡിറ്റ് നോട്ട്ബുക്കായിട്ട് ബന്ധപ്പെട്ട് സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഓഡിറ്റ് നോട്ട്ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആരാണ്? ഓഡിറ്റ് നോട്ട്ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഓഡിറ്റർ അല്ല, ഓഡിറ്റ് ക്ലർക്കാണ് എന്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഓഡിറ്റ് നോട്ട്ബുക്ക്. ഒന്ന് നോട്ട് ചെയ്തോണേ, ഓഡിറ്റിംഗ് സ്റ്റാഫ് അല്ലെങ്കിൽ ഓഡിറ്റ് ക്ലർക്കാണ് എന്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഓഡിറ്റ് നോട്ട്ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഓഡിറ്റ് നോട്ട്ബുക്ക് ഈസ് മെയിൻറ്റെയിൻഡ് ബൈ ഓഡിറ്റ് ക്ലർക്ക് അല്ലെങ്കിൽ ഓഡിറ്റിംഗ് സ്റ്റാഫ്, അല്ലേ. എന്തെങ്കിലും എറേഴ്സോ എന്തെങ്കിലും ഡൗട്ട്ഫുൾ ക്വറീസോ ഒക്കെ ഓഡിറ്റായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബുക്കാണ് ഇത് ഓഡിറ്റ് നോട്ട്ബുക്ക്. അടുത്ത ഓഡിറ്റായിട്ട് ബന്ധപ്പെട്ട പ്രിൻസിപ്പിൾ, സ്റ്റാൻഡേർഡ്സ്, കോഡ് ഓഫ് കണ്ടക്ട്, ഇന്റേണൽ ഓഡിറ്റിംഗ് ഡിവിഷൻസ്, ഓഡിറ്റ് മാനേജ്മെന്റ് പ്രോസസ്, അതായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് എന്ത്? ഓഡിറ്റ് മാനുവൽ. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഓഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ഓഡിറ്റിംഗ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് രജിസ്ട്രാറിന് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ട ആ ഒരു ഡോക്യുമെന്റ് അല്ലെ ഒരു എന്താണ് ഓഡിറ്റ് സബ്മിറ്റ് ചെയ്യുന്നത്? ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ആണോ? ഓഡിറ്റ് മെമ്മോറാണ്ടം ആണോ? ഓഡിറ്റ് നോട്ട്ബുക്ക് ആണോ? ഓഡിറ്റ് മാനുവൽ ആണോ? നമ്മുടെ ഓപ്ഷൻ നമുക്കിപ്പം നമ്മുടെ എക്സ്പ്ലനേഷൻ വായിച്ചതിന് തന്നെ മനസ്സിലാവും ഏതാണ് ആൻസർ. ഓഡിറ്റ് മെമ്മോറാണ്ടം, അല്ലേ. ഓഡിറ്റ് മെമ്മോറാണ്ടം ആണ്. എന്താണ് ഓഡിറ്റ് മെമ്മോറാണ്ടം? ഓഡിറ്റ് മെമ്മോറാണ്ടം എന്ന് പറഞ്ഞാൽ ഫൈനലി ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് പ്രിപ്പയർ ചെയ്ത് രജിസ്ട്രാർക്ക് അല്ലെങ്കിൽ DCAക്ക് സബ്മിറ്റ് ചെയ്യേണ്ട ഡോക്യുമെന്റ് ആണ് ഇത് ഓഡിറ്റ് മെമ്മോറാണ്ടം. ഓഡിറ്റ് നോട്ട്ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആരാണ്? ഓഡിറ്റ് ക്ലർക്കാണ്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ഓർത്തിരിക്കുകയല്ലേ ഈ ക്വസ്റ്റ്യൻ ആയിട്ട് ബന്ധപ്പെട്ട്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. The first land development bank is the cooperative sector in our country, അല്ലേ. കോപ്പറേറ്റീവ് സെക്ടറിൽ, നമ്മുടെ രാജ്യത്തെ കോപ്പറേറ്റീവ് സെക്ടറിലെ ആദ്യത്തെ ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്ക് ഏതാണ്? ഫസ്റ്റ് ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്ക് ഏതാണ് നമ്മുടെ രാജ്യത്തെ? പഞ്ചാബാണ്, അല്ലെ. പഞ്ചാബ് ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്ക് പഞ്ചാബിലാണ്, അല്ലെ. പഞ്ചാബിലാണ് ആദ്യത്തെ ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്ക് കോപ്പറേറ്റീവ് സെക്ടറിൽ എസ്റ്റാബ്ലിഷ് ചെയ്തത്. അത് ഓർത്തിരിക്കണേ, പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്ക് ഇൻ കോപ്പറേറ്റീവ് സെക്ടർ എവിടാണ്? പഞ്ചാബിലാണ്. ഡാഷ് ഇംപ്ലിമെന്റഡ് ദ ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം, ഇല്ലേ. ഇവിടെ 4 ഓപ്ഷൻ ഉണ്ട്. NCDC, NCHF, HDFC, NODB. ഇതിലേതാണ് ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്തത്? ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം എന്ന് പറയുമ്പം എന്തുമായിട്ട് ബന്ധപ്പെട്ടാണ്? ഡയറി പ്രൊഡ്യൂസേഴ്സ്, ഇല്ലേ. പാൽ ഉൽപ്പന്നവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടേമാണ് ഇത് ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം എന്നുള്ളത്. നമുക്ക് നോക്കാം എന്താണെന്ന്. നോക്കിയേ, NCDC നമ്മുടെ ഓപ്ഷനിലുള്ള എല്ലാം ഒന്ന് ഡിസ്കസ് ചെയ്യുകയാണ് നമ്മൾ. ഒന്നാമത്തെയാണ് ഇത് NCDC എന്ന് പറഞ്ഞാൽ എന്താണ്? നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. നാഷണൽ
കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. ഇത് എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? 1963. ഇതിന്റെ ഹെഡ് ക്വാർട്ടർ എവിടാണ്? ഡൽഹിയാണ്. നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ഹെഡ് ക്വാർട്ടർ എവിടാണ്? ഡൽഹിയാണ്. അടുത്ത ഏതാണ്? NCHF. ഏതാണ്? NCHF, നാഷണൽ കോപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ അല്ലേ? നാഷണൽ കോപ്പറേറ്റീവ് ഹൗസിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ. അത് എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്നാണ്? ഒക്ടോബർ 16, 1965. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇന്ത്യയിലെ അല്ലേ, നമ്മുടെ രാജ്യത്തെ ഹൗസിംഗ് ഓർഗനൈസേഷന്റെ ഒരു അപ്പെക്സ് ഓർഗനൈസേഷൻ ആണ് ഇത് NCHF അല്ലെ? ഹൗസിംഗ് നമ്മൾ നേരത്തെ പറഞ്ഞു, NCCF പറഞ്ഞു അല്ലെ? കൺസ്യൂമേഴ്സ് കോപ്പറേറ്റീവ്സിന്റെ അപ്പെക്സ് ഓർഗനൈസേഷൻ ആണ് NCCF എന്ന് പറഞ്ഞു. അതിന്റെ കൂട്ട് ഹൗസിംഗ് കോപ്പറേറ്റീവ്സിന്റെ ഒരു അപ്പെക്സ് ഓർഗനൈസേഷൻ ആണ് ഇത് NCHF. അത് ഓർത്തിരിക്കണം. NCHF എന്ന് പറഞ്ഞാൽ ഹൗസിംഗ് കോപ്പറേറ്റീവ്സിന്റെ അപ്പെക്സ് ഓർഗനൈസേഷൻ ആണ്. അടുത്ത എന്താണ്? NDDB. NDDB എന്ന് പറഞ്ഞാൽ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് ആണല്ലേ? അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം. ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം കൊണ്ടുവന്നത് അല്ലെ ഇംപ്ലിമെന്റ് ചെയ്തത് ആരാണ്? NDDB ആണ്. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡാണ്. ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്ത വർഷം ഏതാണ്? 1970 ജാനുവരി 13 ആണ്. 1970 ജാനുവരി 13 NDDB, അതായത് നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ്. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് എന്ത് കൊണ്ടുവന്നത്? ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്തത്. വർഗീസ് കുര്യനാണ് ഇതിന് നേതൃത്വം കൊടുത്തത് അല്ലെ? വൈറ്റ് റെവല്യൂഷന്റെ ഫാദർ വർഗീസ് കുര്യനാണ് ഈ ഒരു ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാമിന് എല്ലാ നേതൃത്വവും കൊടുത്തത്. അപ്പോൾ ഓർത്തിരിക്കാലോ. നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. NODB അല്ല, NDDB ആണ്. NDDB. അപ്പോൾ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ്. ഓപ്പറേഷൻ ഫ്ലഡ് പ്രോഗ്രാം ആരുമായിട്ട് ബന്ധപ്പെട്ടാണ്? NDDB ആയിട്ട് ബന്ധപ്പെട്ടാണ്. NCHF എന്തുമായിട്ട് ബന്ധപ്പെട്ട? ഇറ്റ് ഈസ് ദ അപ്പെക്സ് ഓർഗനൈസേഷൻ ഫോർ ഹൗസിംഗ് കോപ്പറേറ്റീവ്സ് അല്ലേ? NCDC, HDFC. HDFC എന്ന് പറഞ്ഞാൽ ലാർജസ്റ്റ് പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ഇൻ ഇന്ത്യയാണ്. ഇത് HDFC. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൂൾ 63 ഓഫ് ദ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് റൂൾസ്. അപ്പം കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിലെ റൂൾസും സെക്ഷൻസും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കണം. കാരണം സെക്ഷൻസും റൂൾസും എക്സാംസിന് ചോദിക്കുന്നതാണ്. നമ്മൾ പഠിക്കാതെ യാതൊരു നിവൃത്തിയില്ല. അപ്പം നമുക്ക് 110 സെക്ഷൻസ് അല്ലെ? കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 എത്ര സെക്ഷൻസ് ആണുള്ളത്? 110 സെക്ഷൻസും അതുപോലെ തന്നെ എത്ര റൂൾസ് ആണുള്ളത്? 201 കറസ്പോണ്ടിങ് റൂൾസുമാണ് ഉള്ളത് അല്ലേ? എത്ര? കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 110 സെക്ഷൻസും 201 കറസ്പോണ്ടിങ് റൂൾസും ആണുള്ളത്. അപ്പം ഇതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റ് ആയിട്ട് എക്സാംസിന് ചോദിക്കുന്ന എന്ത് ചെയ്യുക? വർക്കൗട്ട് ചെയ്യുക. ഇവിടെ ചോദിച്ചേക്കുന്ന ഏതാണ്? റൂൾ 63 ഓഫ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് റൂൾസിനകത്ത് റൈറ്റിംഗ് ഓഫ് ബാഡ് ഡെപ്റ്റ് ആണോ, DCA ആണോ, അതോ ക്വാളിഫിക്കേഷൻ ഓഫ് ഓഡിറ്റർ ആണോ, അതോ മെയിൻ്റനൻസ് ഓഫ് ഫ്ലൂയിഡ് റിസോഴ്സസ് ബൈ സൊസൈറ്റി ആണോ? ഏതാണ് ഇവിടുത്തെ ആൻസർ? മെയിൻ്റനൻസ് ഓഫ് ഫ്ലൂയിഡ് റിസോഴ്സസ് ബൈ സൊസൈറ്റീസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, കോപ്പറേറ്റീവ് വീക്ക് അറിഞ്ഞിരിക്കേണ്ട ക്വസ്റ്റ്യൻ ആണ് അല്ലെ? കോപ്പറേറ്റീവ് വീക്ക് എല്ലാ വർഷവും കോപ്പറേറ്റീവ് വീക്ക് ആചരിക്കുന്നത് നവംബറിലാണ്. കോപ്പറേറ്റീവ് വീക്ക് ആചരിക്കുന്ന ഏത് മാസമാണ്? നവംബർ മാസമാണ് എല്ലാ വർഷവും കോപ്പറേറ്റീവ് വീക്കായിട്ട് നമ്മൾ ആചരിക്കുന്നത്. അടുത്ത സെക്ഷനായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. The details of nominal or associate members are included in that section of Kerala Cooperative Societies Act 1969. കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 എന്നാണ് നിലവിൽ വന്നത്? മെയ് 15 ആണ് അല്ലേ? മെയ് 15. ഇതിൽ എത്ര സെക്ഷൻസ് ആണുള്ളത്? 110 സെക്ഷൻസും 201 കറസ്പോണ്ടിങ് റൂൾസുമാണ് എന്തിലുള്ളത്? കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൽ ഉള്ളത്. ഇതിൽ നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പറിനെ പറ്റി പറയുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 18 ആണ്. സെക്ഷൻ 18 നോമിനൽ അല്ലെങ്കിൽ അസോസിയേറ്റ് മെമ്പേഴ്സിനെ പറ്റി പറയുന്ന സെക്ഷൻ. സെക്ഷൻ 14 അമാൽഗമേഷനായിട്ട് ബന്ധപ്പെട്ട സെക്ഷനാണ് ഏത്? സെക്ഷൻ 14. അമാൽഗമേഷനായിട്ട് ബന്ധപ്പെട്ട സെക്ഷനാണ് സെക്ഷൻ 14. അതുപോലെ തന്നെ ആർക്കൊക്കെ പേഴ്സൺ ഹു ക്യാൻ ബിക്കം മെമ്പേഴ്സ് അതായിട്ട് ബന്ധപ്പെട്ട സെക്ഷനാണ് ഏത്? സെക്ഷൻ 16. അതുപോലെ തന്നെ
വോട്ടിംഗ് ആയിട്ട് ബന്ധപ്പെട്ട സെക്ഷനാണ് ഇത് സെക്ഷൻ 20. സെക്ഷൻസും റൂൾസും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. നമുക്ക് കേരള ബാങ്കിൻ്റെ എക്സാമിനായാലും ഈ പോർഷൻസും ഈ ഒരു നമുക്ക് ഒന്നിൻ്റെയും കേരള ബാങ്കിൻ്റെ ആയാലും അസിസ്റ്റൻറ്റ് മാനേജറിൻ്റെ ആയാലും ഡീറ്റെയിൽ സിലബസ് വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ നമുക്ക് കോർപ്പറേഷനായാലും അക്കൗണ്ടിങ് ആയാലും മാനേജ്മെൻ്റ് ആയാലും ഇതെല്ലാം നമുക്ക് അതിൽ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഏരിയാസാണ്. കോർപ്പറേഷൻ എന്തായാലും ഉണ്ട്. അപ്പോൾ കോർപ്പറേഷനിൽ റൂൾസും സെക്ഷൻസും ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യുക നോക്കുക. അടുത്ത നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഷെയർസ് ഇഷ്യൂഡ് ബൈ ദ കമ്പനി ടു ഇറ്റ്സ് എംപ്ലോയീസ് or directors at a discount or for consideration other than cash. അല്ലേ? 4 ഓപ്ഷൻ ഉണ്ട്. പ്രിഫറൻസ് ഷെയർ, ഇക്വിറ്റി ഷെയർ, സ്വെറ്റ് ഇക്വിറ്റി ഷെയർ, റൈറ്റ് ഇഷ്യൂ. ഇതിനകത്ത് ഏതാണ് ഉത്തരം? നമുക്ക് നോക്കാം. എന്താണ് സ്വെറ്റ് ഇക്വിറ്റി ഷെയർ? സ്വെറ്റ് ഇക്വിറ്റി ഷെയർ ആണ് ഉത്തരം എന്ന് പറഞ്ഞാൽ. അപ്പം ഷെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കമ്പനിയുടെ ക്യാപിറ്റലിനെ കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങളാക്കി ഡിവൈഡ് ചെയ്താൽ ഓരോ ഭാഗത്തിനെ നമുക്ക് എന്തെന്ന് പറയാം? ഷെയർ എന്ന് പറയാം. ഷെയർ 2 തരത്തിലുണ്ട്, ഇക്വിറ്റി ഷെയറും പ്രിഫറൻസ് ഷെയറും. കമ്പനിയുടെ ഓണേഴ്സ് ആയിരിക്കും ആര്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആർ ദ ഓണേഴ്സ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ ഓണേഴ്സിനെയാണ് എന്തെന്നറിയപ്പെടുന്നത്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്നറിയപ്പെടുന്നത്. കമ്പനിയുടെ ക്രെഡിറ്റേഴ്സ് ആയിരിക്കും ആര്? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ആരായിരിക്കും? കമ്പനിയുടെ ക്രെഡിറ്റേഴ്സ് ആയിരിക്കും. അതുപോലെ തന്നെ പിന്നെ പറയാനുള്ള എന്താണ്? പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് കമ്പനിയുടെ ക്രെഡിറ്റേഴ്സ് ആണ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് കമ്പനിയുടെ ഓണേഴ്സ് ആണ്. പ്രിഫറൻസ് ഷെയറിനാലും ഇക്വിറ്റി ഷെയറിനാലും ഇങ്ങോട്ട് കിട്ടുന്ന റിട്ടേണിനെ നമ്മൾ എന്താണ് പറയുന്നത്? ഡിവിഡൻഡ്. ഷെയറിന് കിട്ടുന്ന റിട്ടേണിനെ നമ്മൾ ഡിവിഡൻഡ് എന്നാണ് പറയുന്നത്. സ്വെറ്റ് ഇക്വിറ്റി ഷെയർ എന്ന് പറഞ്ഞാൽ ഇപ്പം എംപ്ലോയീസിൻ്റെ എന്തെങ്കിലും ഒരു വർക്ക്, അവരുടെ ആ ഒരു റെക്കഗ്നിഷന് വേണ്ടിയിട്ട്, അവരുടെ ആ ഒരു വർക്ക് കൊണ്ട് നമ്മുടെ കമ്പനിക്ക് എന്തെങ്കിലും ഒരു നേട്ടമുണ്ടായി, നമുക്കൊരു ബെനിഫിറ്റ് ഉണ്ടായെങ്കിൽ അവരുടെ ആ ഒരു പ്രവൃത്തിക്ക് നമ്മൾ തിരിച്ചൊരു റെക്കഗ്നിഷൻ കൊടുക്കുന്നതാണ് എന്ത്? സ്വെറ്റ് ഇക്വിറ്റി ഷെയർ. അപ്പം അതർ ദാൻ ക്യാഷ് അല്ലേ? ഇറ്റ്സ് എ കൺസിഡറേഷൻ അതർ ദാൻ ക്യാഷ്. ഏതാണ്? സ്വെറ്റ് ഇക്വിറ്റി ഷെയർ ആണ്. റൈറ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ എംപ്ലോയീസിന് എന്തുണ്ട്? റൈറ്റ് ഉണ്ട്. എന്തിനുള്ള റൈറ്റ്? ഇപ്പോൾ കമ്പനി മാർക്കറ്റ് വിലയെക്കാട്ടിലും കുറഞ്ഞ വിലയിൽ എന്ത് കൊടുക്കുന്നു? ഷെയറുകൾ ആർക്ക് കൊടുക്കുന്നു? എംപ്ലോയീസിന് കൊടുക്കുന്നു. അതാണ് എന്ത്? റൈറ്റ് ഇഷ്യൂ. റൈറ്റ് ഇഷ്യൂ ആ വാക്കിനകത്ത് തന്നെ ഉണ്ട്. കമ്പനിയുടെ ഓർഗനൈസേഷനിലെ എംപ്ലോയീസിന് എന്തിനുള്ള റൈറ്റ് ഉണ്ട്? അവർ വീണ്ടും ഷെയർ ഇഷ്യൂ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആദ്യമേ ആ ഷെയർ പർച്ചേസ് ചെയ്യാനുള്ള റൈറ്റ് ആർക്കുണ്ട്? എംപ്ലോയീസിനുണ്ട്. എംപ്ലോയീസിൻ്റെ ആ ഒരു റൈറ്റിനെയാണ് റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത്. മാർക്കറ്റ് പ്രൈസിനെക്കാട്ടിലും കുറഞ്ഞ വിലയിലായിരിക്കും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ആ ഷെയർ അക്വയർ ചെയ്യാനായിട്ട് പറ്റുന്നത്. പിന്നെ അവരുടെ പ്രവർത്തനങ്ങൾക്ക് ഫലമായിട്ട് അവരെന്തെങ്കിലും നല്ല പ്രവൃത്തികൾ അല്ലെങ്കിൽ അവരുടെ ഒരു ആക്ടിവിറ്റിക്ക് ഫലമായിട്ട് അവർക്ക് കൊടുക്കുന്ന ഷെയറുകളാണ് എന്ത്? സ്വെറ്റ് ഇക്വിറ്റി ഷെയർ. സ്വെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിയർപ്പില്ല. അവരുടെ ഏതെങ്കിലും ഒരു പ്രവൃത്തിക്ക് ഫലമായിട്ട് കൊടുക്കുന്നതാണ് എന്ത്? സ്വെറ്റ് ഇക്വിറ്റി ഷെയർ. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് കമ്പനിയുടെ ആരായിരിക്കും? ക്രെഡിറ്റേഴ്സ് ആയിരിക്കും. തിരിഞ്ഞു പോകരുത്. ഇക്വിറ്റി ഷെയർ ഹോൾഡർ കമ്പനിയുടെ ഓണർ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് പ്രീവിയസ് ഇയറിൽ ഡെപ്യൂട്ടി ജനറൽ മാനേജർ, അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് മാനേജർ, കേരള കോപ്പറേറ്റീവ് ബാങ്കിലെ ഡിസ്ട്രിക്ട് മാനേജർ ഈ പോസ്റ്റുകളിലേക്ക് ചോദിച്ച എക്സാംസിൻ്റെ ഒരു 20 ക്വസ്റ്റ്യൻസ് ആണ്. അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും മനസ്സിലായെന്ന്